അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമയവും സന്ദർഭവും നമുക്ക് ഇണക്കി തന്നതിന്റെ പേരിൽ അല്ലാഹുവിന് ഹംദ് പറയുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു നമ്മുടെ ആയുസ്സിൽ നൽകിയ ഈ ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും സന്തോഷത്തോടെ അല്ലാഹുവിന്റെ കലാമിനെ കേൾക്കാനും മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് അല്ലാഹുവിനെ കൂടുതൽ ഇഷ്ടത്തോടെ നിലനിർത്തുവാനും സാധിക്കുന്നത് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഫളലാണ്, ഏറ്റവും വലിയ റബ്ബിന്റെ ഔദാര്യമാണ്. മരിക്കുന്നത് വരെ ഈ ഈമാനിലും ഇസ്ലാമിലും ഇസ്സത്തോടെ ജീവിക്കാനും അന്ത്യശ്വാസത്തിലും കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഒരുക്കിയതാണ് ഈ മഹാപ്രപഞ്ചം. എല്ലാവിധ സൗകര്യങ്ങളും ഈ ലോകത്ത് നാം നേടിയെടുത്തിട്ടും ഈ മഹാപ്രപഞ്ചത്തിൽ നിന്ന് ആകെ സർവ സംവിധാനങ്ങളും ഉപയോഗിച്ച് മനുഷ്യന് അറിയാനും ഗ്രസിക്കാനും സാധിക്കുന്നത് കേവലം 5% മാത്രമാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ നിന്ന് 5% പോലും പൂർണ്ണമായി മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഈ മഹാപ്രപഞ്ചം അതിനെ മുഴുവനും അതിജയിക്കുന്ന ഒരു ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വസിക്കുന്ന നമുക്കായി തന്നു. ആ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആദർശം. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് നൽകുന്ന വസിയ്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ലൗ അന്ന സമാവാതി സബഅ, വിശാലമായ സപ്താകാശങ്ങളും വഅമറഹുന്ന ഗൈരി, ആ ആകാശത്തിൽ അല്ലാഹുവല്ലാത്ത സർവ്വതും, വൽ അർളീന സബഅ, സമാനമായ ഭൂമിയും ഭൂമിയിലെ സർവചരാചരങ്ങളും ഫീ കിഫ, തുലാസിന്റെ ഒരു തട്ടിൽ എടുത്തു വെക്കുകയും വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം ആ തുലാസിന്റെ മറുതൊട്ടിലും വെച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഭാരമുണ്ടാകുന്നത്, ഘനമുണ്ടാകുന്നത് തൗഹീദുള്ള തട്ടിനായിരിക്കും എന്ന് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ മഹാപ്രപഞ്ചത്തെ അതിജയിക്കുന്ന വലിയ ഒരു ആദർശമാണ്. ഈ ലോകത്തുള്ള സർവ്വതും, അത് ചെറുതാവട്ടെ വലുതാകട്ടെ, അല്ലാഹുവിനെ സംബന്ധിച്ച് അവന്റെ ഖുദ്റത്തിനെയും അവന്റെ അളമത്തിനെയും സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയാത്ത, അല്ലാഹുവിനെ കുറിച്ച് വിശദീകരിക്കാത്ത യാതൊന്നും തന്നെ ഈ ലോകത്തില്ല. മനുഷ്യൻ കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാനിരിക്കുന്നതും ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്തതുമായ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അത് മുഴുവനും അല്ലാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുന്നവയാണ്. ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ദാരിയാത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം അത് പറയുന്നുണ്ട്, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ
കഴിവുകളും വികസിക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല മഹാപ്രപഞ്ചത്തിലെ അത്ഭുതമായ കലവറകൾ, ആ അത്ഭുതങ്ങളുടെ കലവറകൾ മുഴുവനും ഒളിപ്പിച്ചു വെച്ച വിശുദ്ധമായ വിശാലമായ ആകാശം. ആ ആകാശത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാചകമാണ് വസ്സമാഅ ബനൈനാഹാ ബിഅയ്ൻ. അതിനെ പടച്ചത് നാമാണ്. വഇന്നാ ലമൂസിഊൻ. അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവരം കൈമാറി മാനവ സമൂഹത്തിന്. എന്നാൽ ശാസ്ത്രത്തിന്റെയും അതുപോലെ തന്നെ പുരോഗതിയുടെയും ഒക്കെ വളർച്ച പറയുന്ന, വികാസം പറയുന്ന മനുഷ്യനാവട്ടെ 1950 കാലഘട്ടങ്ങളിൽ പോലും, 1950 എന്ന് പറയുമ്പോ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടതിനു ശേഷം പോലും ഈ മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ച് ചിന്തിച്ചതും വിശ്വസിച്ചതും സയൻസായി പറഞ്ഞതും മഹാവിഡിത്തമായിരുന്നു. 1950 പോലും നമ്മുടെ സയൻസ് പാഠപുസ്തകങ്ങളിൽ നമ്മുടെയൊക്കെ കഴിഞ്ഞ തലമുറ പഠിച്ചത്, നമ്മളിൽ ചിലരെങ്കിലും പഠിച്ചത്, ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, മഹാപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിന് തുടക്കമില്ല ഒടുക്കമില്ല എന്നാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നാണ് അതിന് പേരിട്ട് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രപഞ്ചം സ്ഥായിയായി ഇവിടെ തന്നെ ഉള്ളതാണ് എന്ന് വാദിച്ച ആളുകൾ, നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ നേരിടുന്നതുമെല്ലാം പ്രകൃതിയുടെ വികൃതിയാണ് എന്ന് വാദിച്ചവർ, പരീക്ഷയ്ക്ക് സയൻസ് പാഠപുസ്തകത്തിൽ 5 മാർക്ക് കിട്ടുവാൻ അവർ എഴുതി വെച്ചത് ഈ മഹാപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സ് ഹാസ് നോ ബിഗിനിങ് ഓർ എൻഡിങ് ടൈം. ഈ പ്രപഞ്ചത്തിന് തുടക്കമില്ല ഒടുക്കമില്ല എന്ന വാചകമാണ്. ഈ മഹാപ്രപഞ്ചത്തിന് ഒടുക്കവും തുടക്കവുമില്ല എന്ന് 1950 കാലഘട്ടങ്ങളിൽ പോലും സയൻസ് പാഠപുസ്തകത്തിൽ പഠിച്ചു വളർന്നു വലുതായി ഹെർമൻ ബോണ്ടിയെ പോലെ, തോമസ് ഗോൾഡിനെ പോലെ, ഹോയറെ പോലെയുള്ള ആളുകൾ ഇത് അവതരിപ്പിച്ച് സമൂഹത്തിൽ അതിന് ശാസ്ത്രീയമായ പിൻബലമുണ്ട് എന്ന് വാദിച്ച് ലോകം തന്നെയാണ് ആദ്യമേയുള്ളതും ഒടുക്കമില്ലാത്തതും എന്ന് പറഞ്ഞപ്പോ ദൈവമില്ല, പടച്ചവനില്ല, ഇലാഹില്ല എന്ന് വാദിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദത്തിനാണ് സയന്റിഫിക് ടെമ്പർ ഉള്ളത്, അഥവാ സയൻസിന്റെ പിൻബലമുള്ളത് എന്ന് വാദിച്ചു കഴിഞ്ഞുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ലോകത്തെ പറ്റി അവർ പറഞ്ഞത് ഇതിന് തുടക്കമില്ല ഒടുക്കമില്ല എന്നാണ്. അഥവാ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന് അവൻ വെച്ച ഒരു വിശേഷണം, തുടക്കമില്ലാത്തത് അല്ലാഹുവാണ്, ഒടുക്കമില്ലാത്തവനും അല്ലാഹുവാണ്, അവലായവൻ അല്ലാഹുവാണ്, ആഖിറുള്ളവനും അല്ലാഹുവാണ്, ആഖിറിലുമുള്ളവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ ഒടുക്കമില്ല തുടക്കവുമില്ലാത്ത അല്ലാഹുവിനുള്ള വിശേഷണം ഈ മഹാപ്രപഞ്ചത്തിൽ വെച്ചുകൊടുത്തുകൊണ്ട് അതാണ് ജീവിതത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കി ജീവിച്ച് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ 1920കളിൽ തന്നെ അലക്സാണ്ടർ ഫ്രിഡ്മാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ പഠനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സിദ്ധാന്തം പിന്നെയും വർഷങ്ങൾ സഞ്ചരിച്ച് അവസാനം ജോർജ് ഗ്രോവിലൂടെയൊക്കെ ആധുനികവൽക്കരിച്ച് അവതരിപ്പിച്ച മറ്റൊരു സിദ്ധാന്തം പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു. 50 ശേഷമാണ് അത് സമൂഹത്തിൽ വ്യാപനം കിട്ടിയത്. ആ സിദ്ധാന്തം വന്നുകൊണ്ട് പറഞ്ഞു, ഈ 50 കാലഘട്ടങ്ങളിൽ വരെ നമുക്കിടയിൽ പ്രചരിച്ചിരുന്ന ഈ വിശ്വാസം അബദ്ധമാണ്. ഈ ലോകത്തിന് തുടക്കമുണ്ടെങ്കിൽ ഈ ലോകത്തിന് ഒടുക്കമുണ്ട്. അഥവാ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞ് പുതിയ ഒരു തിയറി സമ്മാനിച്ചുകൊണ്ട്, അഥവാ ഏതാണ്ട് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു ബിഗ് ബാങ്കിലൂടെയാണ് ഈ പ്രപഞ്ചമുണ്ടായതെന്നും അന്നു മുതൽ ഇന്നു വരെ ആ പ്രപഞ്ചം ഇങ്ങനെ മെല്ലെ 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 വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധിയുടെ മുന്നിലേക്ക്, അവന്റെ ചിന്തയുടെ പഠനത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ആശയമാണ് വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ.
വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. വിശാലമായ ആകാശം മനുഷ്യനൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര തന്നെയും വിശാലമായ അനന്തകോടി നക്ഷത്രങ്ങളടങ്ങുന്ന ചന്ദ്രനക്ഷത്രാദികൾ ഉൾക്കൊള്ളുന്ന ആ വിശാലമായ ആകാശത്തെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ്. എന്ന് മാത്രമല്ല അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1950 വരെ മനുഷ്യൻ ചിന്തിച്ച ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ വിശുദ്ധ ഖുർആൻ ഈ മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ച് പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ്. ഇന്ന് ആളുകൾ അത് മനസ്സിലാക്കി തുടങ്ങി, ചിന്തിച്ചു തുടങ്ങി. പലരും ചോദിച്ചു തുടങ്ങി, ആ ബിഗ് ബാങ്ങിന് മുമ്പ് ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന്. ഒരു മഹാവിസ്ഫോടനമെന്ന് മലയാളത്തിലേക്ക് അത് അർത്ഥപൂർണമല്ലെങ്കിലും പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒരു വാചകം, ആ വാചകത്തിലൂടെ കോസ്മോളജി എന്ന് പറയുന്ന പഠന വിഭാഗം ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉൽപത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് സംഭവിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മഹാപ്രപഞ്ചം ഏതവസ്ഥയിലായിരുന്നു എന്ന് ചോദിക്കുമ്പോ അത് പറയാൻ പോലും കഴിയാതെ, അത് വിശദീകരിക്കാൻ കഴിയാതെ, കാലമില്ലാത്ത, സമയമില്ലാത്ത, ടൈമില്ലാത്ത, സ്പേസ് ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അത് എന്ന് വിശദീകരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ അതിനു മുമ്പുള്ള അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രയോഗം പോലും ബ്ലാങ്ക് അപ്രോച്ച് എന്നോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബ്ലാങ്ക് എറ എന്നോ ഒക്കെ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് എന്ന് വിശദീകരിച്ചു കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും കാലമില്ലാത്ത, അതുപോലെ തന്നെ സ്ഥലമില്ലാത്ത, സ്ഥലകാലാതീതമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ആധുനിക ലോകത്ത് ശാസ്ത്രം പറഞ്ഞു വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപോലെ പറയേണ്ടി വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ കുറിച്ച് നൽകുന്ന വിവരണം മുതൽ അവിടെ നിങ്ങോട്ട് വന്നാൽ നാം വസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദാരിയാത്തിൽ ഞാൻ ഓതി വെച്ച ആയത്തിന് തൊട്ടു പിന്നാലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെയാണ്, വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. വൽ അർള ഫറശ്നാഹാ, ഭൂമിയെ നിങ്ങൾക്ക് നാം വിരിച്ചിട്ട് തന്നു. ഫനിഅമൽ മാഹിദൂൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിന് വേണ്ടി ഉമ്മ ഒരുക്കി കൊടുക്കുന്ന തൊട്ടിൽ എത്രമാത്രം സുരക്ഷിതമാണോ അതുപോലെ ഭൂമിയാക്കി തന്നില്ലയോ? അവൻ എത്ര നല്ലവനാണ്. ശുദ്ധ ഖുർആന്റെ ചോദ്യമാണ് ഇതും. ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും പരിഹാസത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു, ഒരു എക്സ് മുസ്ലിമിന്റെ പ്രസംഗമാണ്. അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനെ അവമതിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. അതിന്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് വൽ അർള ഫറശ്നാഹാ എന്നാ ഖുർആൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഭൂമിയെ വിരിപ്പാക്കി എന്നാണ്. പരന്ന ഭൂമിയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നാണ്. ഖുർആൻ പരന്ന ഭൂമി എന്നാ പറയുന്നത്. അഥവാ ഉരുണ്ട ഭൂമിയെ കുറിച്ചല്ല. ഉരുണ്ട ഭൂമിയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഖുർആനിന്റെ അഹ്ലുകാർക്ക് അറിയില്ല. നേരെ മറിച്ച് പരന്ന ഭൂമിയെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നാൽ ഇതേ ആയത്തുകൾ വെച്ചുകൊണ്ട് തന്നെ പൂർവ്വസൂരികളായ മുഫസ്സിറുകളായ ആളുകൾ പറഞ്ഞു, പരന്നത് എന്ന് പറയണമെങ്കിൽ പോലും ഉരുണ്ടതിനെ കുറിച്ച് എങ്ങനെ പറയാൻ കഴിയൂ പൂർണ്ണാർത്ഥത്തിൽ? മനസ്സിലാക്കണം. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരന്നത് എന്ന് പറയുമ്പോ ലോകത്തിന്റെ ഏതെങ്കിലും ഭൂമിയുടെ ഏത് കോണിൽ പോയി ഒരു മനുഷ്യൻ ജീവിച്ചാലും ഭൂമി പരന്നതായിട്ടാണ് അവൻ അനുഭവപ്പെടുന്നത്. അഥവാ ഉരുണ്ട ഒരു വസ്തുവിനെ വലിപ്പം വെക്കുമ്പോഴാണ് അത് പരന്നതായി അനുഭവപ്പെടുക. ഉരുളിച്ച മനുഷ്യന് മനസ്സിലാകാതെ ആ ഉരുണ്ടത് എത്രമാത്രം വളർച്ച പ്രാപിക്കുന്നുവോ ആ രൂപത്തിലാകുമ്പോഴാണ് പരന്നതായി മനുഷ്യൻ അനുഭവപ്പെടുക. ആ പരന്നതായി അനുഭവപ്പെടുക മാത്രമല്ല, അവന്റെ ജീവിതത്തിന് അത് അനുയോജ്യമായി മാറുകയും ചെയ്യുമ്പോഴാണ് വലിയ നിഅമത്തായി, അനുഗ്രഹമായി എടുത്തു പറയാവുന്ന രൂപത്തിലാവുന്നത്. എന്ന് മാത്രമല്ല, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഓടാനും ചാടാനും കെട്ടിടങ്ങൾ പണിയാനും പാലങ്ങൾ നിർമ്മിക്കുവാനും അവന്റെ ജീവിത വ്യവഹാരങ്ങൾ നിർവഹിക്കുവാനും കഴിയുന്ന രൂപത്തിൽ വിശാലമായ ഭൂമിയെ പരത്തിയിട്ടു എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയുന്നത് ഫനിഅമൽ മാഹിദൂൻ. അതേ തൊട്ടിൽ എന്ന് പറയുന്ന നമ്മുടെ ഉമ്മമാര് കെട്ടിത്തരുന്ന കുഞ്ഞിനെ സുരക്ഷിതമായി ഉറക്കാൻ വേണ്ടി അവർ കെട്ടിത്തരുന്ന തൊട്ടിൽ എന്ന വാക്കുകൊണ്ടാണ് പിന്നെ ആ ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ അനുഗ്രഹങ്ങളാണ്, നിഅമത്തുകളാണ്.
എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്തേക്ക് ഒരു മനുഷ്യൻ പോയാലും ഭൂമിയുടെ ഒരു കോണിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒരു മനുഷ്യനുണ്ടായാലും അതിന്റെ ഓരോ ഇടങ്ങളിലും ഓരോ തുടുപ്പുകളിലും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടല്ലാതെ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനസ്സിലാക്കണം, ആകാശ ലോകത്തായിരുന്നാലും അല്ലാഹുവിന്റെ അനന്തകോടി നിഅ്മത്തുകളെ സംബന്ധിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ച പഠനം അവന് നടത്തേണ്ടി വരികയാണ്, അതനുഭവിക്കേണ്ടി വരികയാണ്. ഭൂമിയിലാണെങ്കിലോ ആ ഭൂമിയിലെ ഓരോ മണൽത്തരികളിലും അല്ലാഹുവിന്റെ ഖുദ്റത്തും അവന്റെ അളമത്തും അവന് മനസ്സിലാക്കേണ്ടി വരികയാണ്. ആ വിശാലമായ ഭൂമി മൊത്തത്തിൽ പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ട. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ആരാണ് അല്ലാഹു എന്ന് മനസ്സിലാക്കാൻ, അവനും നാമും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ, അവൻ നമുക്ക് നൽകുന്ന നിഅ്മത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, ആ റബ്ബു തആലക്ക് നമ്മളോടുള്ള ഇഷ്ടം മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബൻ സുമ്മ ശഖഖ്നൽ അർള ശഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബാ وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. الله പറയാം, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ ആ സൈഡ് വെച്ചോളി. ക്ലിയർ ഉണ്ടോ? നാം വിശദീകരിച്ചു വന്നത് ടോപ്പിന്റെ സൈഡിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, തൗഹീദ് മനസ്സിലാക്കാൻ ഏതൊരു മനുഷ്യൻ ഒരുങ്ങുന്നുവോ അവന്റെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തത് ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി, അവൻ കഴിക്കുന്ന അന്നത്തിലേക്ക് അവൻ നോക്കട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യന് ഒരു പിടി ഭക്ഷണം കണ്ട് ചുണ്ടിലേക്ക് കഴിപ്പിക്കുമ്പോൾ ആ ഒരു പിടി ഭക്ഷണം അവനോട് തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഒരു മനുഷ്യായുസ്സിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് നിർവഹിക്കാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് അല്ലാഹു ഒന്നാം വചനത്തിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ ഉബൂദിയ്യത്ത് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപടിയായി വളർത്തുന്നതാക്കുന്നത്. അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിത്തിലേക്ക് അവൻ നോക്കിയാൽ, ചെറിയൊരു വിത്ത്, ആ വിത്തിലേക്ക് അവൻ നോക്കിയാൽ ഒരു ചെറിയ വിത്ത് ഭൂമിയിലേക്ക് വീണാൽ ഭൂമിയുടെ തണുപ്പ് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ലവണം അതിലേക്ക് എത്തിയാൽ ആ ചെറിയ വിത്ത് അതിങ്ങനെ പിളരുകയാണ്, അത് വീർത്ത് പിളരുകയാണ്. അത് അതിന്റെ രണ്ട് ഭാഗങ്ങൾ പൊട്ടുകയാണ്. ചുറ്റുഭാഗമല്ല, എവിടെയെങ്കിലുമല്ല, നേരെ മറിച്ച് അതിന്റെ മുകളും താഴെയും അഥവാ മുകൾ ഭാഗവും താഴ്ഭാഗവും മാത്രമാണ് പൊട്ടുന്നത്. ഇതിൽ നിന്ന് നാമ്പ് പുറത്തേക്ക് വരികയാണ്. നാമ്പിങ്ങനെ പുറത്തേക്ക് വരുന്നു. അതിന്റെ നാമ്പ് പുറത്തേക്ക് വന്ന്, അതിന്റെ തടി പുറത്തേക്ക് വന്ന്, അതിന്റെ ചില്ലകൾ പുറത്തേക്ക് വന്നു, അതിന്റെ ശിഖരങ്ങളും ഉപശിഖരങ്ങളും പുറത്തേക്ക് വന്ന് ഇങ്ങനെ പടർന്ന് പന്തലിച്ചൊരു ഭാഗം മുകളിലേക്ക് പോകുമ്പോ താഴേക്ക് പൊട്ടിയ ഭാഗത്ത് നിന്ന് അതിന്റെ വേരുകളാണ് പോകുന്നത്. ആ വേരുകൾ ഭൂമിയിലൂടെ ഇങ്ങനെ തുറന്നു പോവുകയാണ്. ഭൂമിയിലൂടെ അതിന്റെ താഴ്വേരുകൾ ഇങ്ങനെ ആഴ്ന്നിറങ്ങി പോവുകയാണ്. ഒരു വൃക്ഷത്തിന്റെ നാഡീനരമ്പുകൾ എന്ന് പറഞ്ഞാൽ ആ വേരുകളാണ് ഭൂമിയുടെ ഭൂഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ തന്നെയും നമുക്കറിയാം, ആ അഗ്രഭാഗം എടുത്തു നോക്കിയാൽ
ഒരു വേരെടുത്തിട്ട് അതിന്റെ അഗ്രഭാഗം നോക്കിയാൽ കഅന്നഹാ മിയാഹുൻ മുൻഅഖിദ, അതൊരു വെള്ളം ഉറച്ച വെള്ളം പോലെയാണ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ്, ലത്തീഫാണ്. ഒരു വേരിന്റെ അഗ്രഭാഗം ഒരു മനുഷ്യനിങ്ങനെ ഞെരടി നോക്കിയാൽ വെള്ളം ഉറച്ചതുപോലെ അത്രയും സോഫ്റ്റ് ആണ് വേരിന്റെ അഗ്രഭാഗം. പക്ഷേ ഈ ഭൂമിയിൽ പാറക്കെട്ടുകളുണ്ട്, ഉറച്ച പ്രദേശങ്ങളുണ്ട്. പക്ഷേ അതിനെ മുഴുവനും തുളച്ചുകൊണ്ട് ആ വേരിങ്ങനെ പോകും, വെള്ളമന്വേഷിച്ച്, ലവണമന്വേഷിച്ച്, ആ മരത്തിന് വളരാൻ ആവശ്യമായത് അന്വേഷിച്ച്. നമ്മളെല്ലാവരും വീട് വെക്കുമ്പോ ഒരു നിലയുള്ള വീടാണെങ്കിൽ ആ വീടിന്റെ മുകളിലാണ് നമ്മൾ വാട്ടർ ടാങ്ക് വെച്ചിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ വീടൊന്ന് വലുതാക്കേണ്ടി വന്നു. അങ്ങനെ ഒരു നില കൂടി കയറ്റിക്കഴിഞ്ഞാൽ രണ്ടാം നിലയിലേക്ക് നമ്മുടെ വീടിന്റെ വാട്ടർ ടാങ്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ വാട്ടർ ടാങ്ക് വെക്കാൻ വരുന്ന പ്ലംബർ പറയും മോട്ടറിന് പവർ പോരാ, പഴയ മോട്ടോർ മാറണം. കാരണം ആദ്യത്തെ നില പോലല്ല, ഒരു നില കൂടി കൂടിയപ്പോ കുറച്ചുകൂടി വെള്ളം ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി പവറുള്ള മോട്ടോർ ഉണ്ടെങ്കിലേ സാധിക്കൂ, നമ്മൾ മോട്ടോർ മാറ്റും. എന്നാൽ നമ്മുടെ വീടിന്റെ രണ്ടാം നിലയിൽ കയറി നോക്കിയാൽ അതിനേക്കാളും ഉയരത്തിലാണ് ഒരു തെങ്ങ് നിൽക്കുന്നത്. ആ തെങ്ങിന്റെ ഉച്ചയിൽ നിന്നൊരു കരിക്ക് പറിച്ചാൽ, ഒരു തേങ്ങ പറിച്ചാൽ ആ തേങ്ങയുടെ ഉള്ളിൽ വെള്ളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ 2 നില വീടിനേക്കാൾ പൊക്കമുള്ള ഒരു തെങ്ങിന്റെ ഉയരത്തിലേക്ക് വെള്ളം എത്തിച്ച മോട്ടോർ സിസ്റ്റം എന്താണ്? ഈ വേരുകൾ വെള്ളം വലിച്ചെടുത്തതിന്റെ മുകളിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ നമ്മൾ വികസിപ്പിച്ചെടുത്ത മോട്ടറിനേക്കാളും അത്ഭുതകരമായ അദൃശ്യമായ മോട്ടർ അവിടെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ വൃക്ഷവും വളർന്നു വലുതാകുന്നത്. അതിൽ നിന്ന് കായ്കനികൾ പുറത്തേക്ക് വരുന്നത്, അത് ശാഖകളും ഉപശാഖകളുമായി വളർന്നു വലുതാകുന്നത്. ആ സസ്യലതാദികളാണ് മനുഷ്യ സമൂഹത്തിനും അതുപോലെ തന്നെ മൃഗാദികൾക്കും ആഹാരമായിട്ടുള്ളത്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പറയുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ, തൗഹീദ് അറിയാൻ ആഗ്രഹിക്കുന്നവരോട്, മനസ്സിലാക്കാൻ കൊതിക്കുന്നവരോട് പറഞ്ഞതെടാ, അല്ലാഹുവിനെ അറിയണമെങ്കിൽ, തൗഹീദ് അറിയണമെങ്കിൽ ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. അവനവന്റെ അന്നത്തിലേക്ക് നോക്കട്ടെ, ഒരു പിടി ആഹാരത്തിലേക്ക് നോക്കട്ടെ. എവിടെ നിന്നാണ് അവനത് ലഭിച്ചത്? ഭൂമിയിലേക്ക് വെള്ളം ചൊരിഞ്ഞത് നാമാണ്, ഭൂമിയെ പിളർത്തിയത് നാമാണ്, സസ്യലതാദികളെ പുറത്തു കൊണ്ടുവന്നത് നാമാണ്. പച്ചക്കറിയായും മുനിയുമായും മുന്തിരിയായും അങ്ങനെ നിങ്ങൾക്ക് കഴിക്കുവാൻ തക്കവണ്ണമുള്ള ആഹാര വസ്തുക്കളെ പുറത്തു കൊണ്ടുവന്നത് നാമാണ്. അപ്പൊ റബ്ബിനെ അറിയാതെ, അല്ലാഹുവിനെ മനസ്സിലാക്കാതെ, തൗഹീദ് അറിയാതെ ലോകത്തൊരു മനുഷ്യന് ജീവിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല. ഭൂമി മൊത്തത്തിൽ വേണ്ട, ഖുർആൻ പറഞ്ഞത് ഭൂമി മൊത്തത്തിലാണ്. വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. വിസ്തൃതമായ ഭൂമിയുണ്ട്, ഭൂമിയിലെ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭൂമിയുടെ ഗ്രാവിറ്റി ഉണ്ട്, ഭൂമിയുടെ അന്തരീക്ഷമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ഭൂമിയിൽ വസിക്കുന്ന അവസ്ഥയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തി എത്രയോ കാര്യങ്ങളാണ്. ചെടി മാത്രമല്ലല്ലോ, അന്നം മാത്രമല്ലല്ലോ, ആ അന്നം കഴിക്കുവാൻ വേണ്ടി അല്ലാഹു നമ്മെ പടച്ചത് എങ്ങനെയാണ്? ലമ്മാ വഖഅത് ഖുത്രത്തുൻ നുത്ഫ. അല്ലാഹു റബ്ബാണെന്ന് പറയുമ്പോ, അവൻ റബ്ബുൽ ആലമീനാണെന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് റബ്ബുൽ ആലമീനായതെന്ന് വിശദീകരിക്കുന്നിടത്ത് റാസി ഇമാം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ലമ്മാ വഖഅത് ഖുത്രത്തുൻ നുത്ഫതി മിൻ സുൽബിൽ അബി ഇലാ റഹ്മിൽ ഉമ്മി. ഉപ്പയുടെ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് പുറപ്പെട്ട നുത്ഫത്ത്, ആ നുത്ഫത്ത് ഉമ്മയുടെ ഉദരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഫൻദുർ കൈഫ അന്നഹാ സാറത്ത് അലഖ, അതെങ്ങനെയാണ് അലഖത്തായി മാറിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ആ നുത്ഫത്ത് അലഖത്തായി ഒരു രക്തക്കെട്ടമായി മാറിയതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആദ്യം അത് അലഖത്തായിരുന്നെങ്കിൽ തുമ്മ മുദഅത്തൻ സാനിയ, പിന്നെ ഒരു കോലവും ചേതുമില്ലാത്ത ഒരു മാംസക്കെട്ടമായി അട്ടയെ പോലെ അള്ളിപ്പിടിച്ചു കിടന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കോലവും ചേതുമില്ലാതെ അട്ട പോലെ ആ അള്ളിപ്പിടിച്ചു കിടന്ന മാംസക്കെട്ടമാണ്. വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ പുറത്തേക്ക് വന്നത് ആ മാംസക്കെട്ടത്തിൽ നിന്നാണ്. അതേ എല്ലുകൾ രൂപപ്പെട്ടത്.
ആ മാംസഘട്ടത്തിലാണ് നിന്നാണ് കൈകാലുകൾ രൂപപ്പെട്ടത്. വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ വന്നത്. നാഡികളുണ്ട്, നരമ്പുകളുണ്ട്, അസ്ഥികളുണ്ട്, ഉപാസ്ഥികളുണ്ട്, സെല്ലുകളുണ്ട്, സെല്ലുകളുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സെല്ല് പോലും ചെറിയ കാര്യമല്ല. നേരെ മറിച്ച ഒരു സെല്ലിൽ പോലും ഒരു മനുഷ്യന്റെ ഫുൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വാപ്പായുടെ വിവരങ്ങൾ, വാപ്പാന്റെ വിവരങ്ങൾ, തലമുറയുടെ വിവരങ്ങൾ, അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പുതിയതായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രോമസോളജി എന്ന് പറയുന്ന ഒരു പുതിയ ശാസ്ത്ര വിഭാഗം തന്നെ രൂപപ്പെട്ടു വരികയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സംബന്ധിച്ച് അവന്റെ ശരീരത്തിലെ ഒരു ക്രോമസോമിൽ നിന്ന് അവന്റെ ഫുൾ ഹിസ്റ്ററി മുഴുവനും എടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാലം മാറുകയാണ്. അതുകൊണ്ടാണ് ആധുനിക മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ചില ആളുകൾ ആ ആളുകൾക്കിടയിൽ മനുഷ്യൻ അല്ലെങ്കിൽ നിയാണ്ടർത്താൾ മനുഷ്യന്റെ ക്രോമസോം പോലുമുള്ള ആളുകൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെടുകയാണ്. ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യർ ഇന്ന യഅ്ജൂജ വമഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർളി എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച യഅ്ജൂജ് മഅ്ജൂജുകൾ അത് യൂറോപ്യൻസിൽ നിന്നാണ് വരുന്നത് എന്ന് വിശദീകരിക്കുക മാത്രമല്ല, യാഫിദിന്റെ മക്കൾ അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ യാഫിദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് ഇവർ വരുന്നത് എന്ന് പറയുമ്പോൾ ആധുനിക ലോകം ഇതാ മനുഷ്യനെ സംബന്ധിച്ച്, അവന്റെ സെല്ലുകളെ സംബന്ധിച്ച്, ക്രോമസോമിനെ സംബന്ധിച്ച്, ജീനിനെ സംബന്ധിച്ച്, ആ മനുഷ്യന്റെ DNA കോഡ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സംഘം ആളുകളെ പരിശോധിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിയാണ്ടർത്താൾ ക്രോമസോമുകൾ കണ്ടെത്തുകയാണ്. അവർ കൂടുതലുമുള്ളത് യൂറോപ്പിലാണ്. എന്നാൽ ഏഷ്യൻസിൽ അത് കൂടുതൽ കാണാൻ കഴിയുന്നില്ല. ഏഷ്യൻസിൽ കാണാൻ കഴിയുന്നില്ല, ആഫ്രിക്കൻസിൽ കാണാൻ കഴിയുന്നില്ല. ആഫ്രിക്കൻസിലോ അതുപോലെ തന്നെ ഏഷ്യൻസിലോ കാണാത്ത ഈ ക്രോമസോം എങ്ങനെയാണ് ഈ പറയുന്ന യൂറോപ്യൻ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്ന് പഠിക്കുമ്പോ, അഥവാ മനുഷ്യനിവിടെ ഹോമോസോപ്പൻസായി അഥവാ ഈ ലോകത്ത് അങ്ങനെ ജീവിച്ച് മനുഷ്യവർഗമായി ജീവിക്കുമ്പോ അതിനും 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി അല്ലെങ്കിൽ നശിച്ചുപോയി എന്ന് പറയപ്പെടുന്ന നിയാണ്ടർത്താൾ ജീനുകൾ എങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ മനുഷ്യകുലത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ മാത്രം വന്നത് എന്ന് പഠിക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ സെല്ലിൽ നിന്ന് ക്രോമസോം വിഘടിപ്പിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് അവന്റെ ഹിസ്റ്ററി അന്വേഷിക്കുകയാണ്, അവന്റെ തലമുറയെ അന്വേഷിക്കുകയാണ്, അവന്റെ വല്ലുപ്പമാരെ അന്വേഷിക്കുകയാണ്. ആ വല്ലുപ്പമാരെ കുറിച്ചുള്ള ഹിസ്റ്ററി പോലും ഒരു മനുഷ്യന്റെ സെല്ലിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കോഡ് ചെയ്തു വെച്ചു എന്ന് പറയുമ്പോ ആ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ ആ സെല്ലുകൾ മുതൽ എല്ലുകൾ മുതൽ അതുപോലെ തന്നെ നാഡികൾ മുതൽ നരമ്പുകൾ മുതൽ അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ അത്ഭുതമല്ലയോ? ഇതെല്ലാം ആ മുദ്അത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതല്ലയോ? എന്ന് മാത്രമല്ല, ഒന്നൊന്നിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. കാലിന്റെ വെള്ളയിൽ ഒരു കല്ല് തടഞ്ഞാൽ തലച്ചോറത് മനസ്സിലാക്കും. ആ കല്ല് പരന്നതാണോ കൂർത്തതാണോ എന്ന്, ഇനി അതല്ല കല്ലെല്ലാം മുള്ളാണോ എന്നുള്ളത് തിരിച്ചറിയുകയാണ്. എന്ന് പറഞ്ഞാൽ കാലിന്റെ അടിത്തട്ടിലെ ഒരു വിവരം പോലും കൃത്യമായി തലച്ചോറെത്തിക്കുവാൻ, നിമിഷത്തിൽ തന്നെ എത്തിക്കുവാനുള്ള സംവിധാനം ഒന്നൊന്നിന് ബലം ചെയ്തുകൊണ്ട് ഓരോ അവയവങ്ങളും നിലനിൽക്കുകയാണ്. കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയാണ്. മാത്രമല്ല ഇതിന് ഓരോന്നിനും ഖുദ്റത്ത് തരികയാണ്. തുമ്മ ഹസല ഫീ കുല്ലി വാഹിദിൻ മിൻഹാ നൗഉൻ ഖാസുൻ മിൻ അൻവാഇൽ ഖുവാ. ഓരോന്നിനും ഓരോ കഴിവാണ്, അഥവാ കണ്ണുകൊണ്ട് കാണുകയാണ്. ഫഹസലത്തിൽ ഖുവ്വത്തുൽ ബാസുറ ഫഹസലത്തിൽ ഖുവ്വ അൽ ബാസുറ ഫിൽ ഐൻ. കണ്ണിന് കാണാനുള്ള കഴിവാണ്. ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലല്ല, ക്യാമറ ഒപ്പിയെടുക്കുന്നതിനേക്കാൾ മനോഹരമായി വർണ്ണവിരാജികളെ കണ്ണുകൾ ഒപ്പിയെടുക്കുകയാണ്. മാത്രമല്ല അത് തലച്ചോറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഫ്രെയിമിൽ അതിന്റെ മോണിറ്ററിൽ കാണിച്ചു തരികയാണ്. ഒരു ഡിസ്പ്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല വെക്കുകയാണ്. ക്യാമറ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഡിസ്പ്ലേ വേണ്ടേ? ആ ഡിസ്പ്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തലയുടെ ബാക്കിലായി സംവിധാനിച്ചു തരികയാണ്. അങ്ങനെ കണ്ണിന് കാണാനുള്ള അവസ്ഥ, കാതിന് കേൾക്കാനുള്ള അവസ്ഥ,
വന്നാത്തിഖത്തു ഫിൽ ലിസാൻ, നാവിൽ സംസാരിക്കാനുള്ള കഴിവ്. നോക്കിയാൽ ഒരു മനുഷ്യന്റെ അനാട്ടമി പരിശോധിച്ചാൽ അവന്റെ ശരീരം ഒന്ന് നോക്കിയാൽ അത്ഭുതമല്ലയോ? അവന്റെ കാഴ്ചയെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ അത്ഭുതമല്ലയോ? അവന്റെ കേൾവിയെ കുറിച്ച് അന്വേഷിച്ചാൽ അത്ഭുതമല്ലയോ? അവന്റെ നാവിനെ കുറിച്ച് പഠിച്ചാൽ അത്ഭുതമല്ലയോ? അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവനെ കുറിച്ച് പഠിച്ചാൽ പോലും അവൻ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം എന്താണ്? ഫസുബ്ഹാന മൻ അസ്മഅ ബിഅളും, ഫസുബ്ഹാന മൻ അസ്മഅ ബിഅളും വബസ്വറ ബിശഹം വഅംദക ബിലഹം. അല്ലാഹുവേ, ഒരു കേവലമായ ഒരു പാട കൊണ്ട് സ്വന്തം ഉമ്മയുടെ മുഖം കാണാൻ, ഉപ്പയുടെ മുഖം കാണാൻ, ഈ മഹാപ്രപഞ്ചത്തെ കാണാൻ, ഹരിതാപമായി ലോകത്തെ കാണാൻ എനിക്ക് അവസരം തന്ന അല്ലാഹുവേ, നീ സുബ്ഹാനാണല്ലോ. മനസ്സിലാക്കണം, കേവലം ഒരു പാടയാണ്. ഒരു ചെറിയ സൂചി കൊണ്ട് കണ്ണിലൊന്ന് കുത്തിയാൽ പൊട്ടിപ്പോകാൻ മാത്രം അങ്ങേറ്റം സോഫ്റ്റായ ലോലമായ ഒരു പാട. ആ പാടയിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, ചുറ്റുപാടുകളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിനെ പറ്റി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പറഞ്ഞു പോകും സുബ്ഹാൻ മൻ അസ്മാ ബിഅളും. അല്ലാഹുവേ, കേവലമായ ഒരു പാട കൊണ്ട് കാണിക്കുന്നവനായ അല്ലാഹ്, കേവലമായ ഒരു പാടയിലൂടെ കാഴ്ച നൽകുന്നവനായ അല്ലാഹ്, നീ സുബ്ഹാനല്ലയോ. വബസ്സറ ബിശഹം, മാത്രമല്ല ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലല്ലാഹു ഇട്ടു തന്നത് ചെവിയിലാണ്. ആ ഏറ്റവും ചെറിയ എല്ലിന്റെ അനക്കം കൊണ്ടാണ് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. മാത്രമല്ല എല്ലാം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾക്ക് കേൾക്കേണ്ടതായ അനുപാതത്തിൽ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല കേൾപ്പിക്കുന്നുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദവും കേൾക്കുന്ന രൂപത്തിലായിരുന്നെങ്കിലും ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് അനിവാര്യമായ അളവിൽ കേൾക്കുവാൻ തക്കവണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ചെവിക്കുള്ളിൽ ഒരു ചെറിയ എല്ലും കട്ടമിട്ടു തന്നു. ആ എല്ലനങ്ങുമ്പോഴാണ് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്, തിരിച്ചറിയുന്നത്. ആ ശബ്ദത്തിന്റെ അകലം നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ശബ്ദം ഉപ്പയുടേതാണോ, ഉമ്മയുടേതാണോ, ഇനി അതല്ല മുറ്റത്തെ നാൽക്കാലിയുടേതാണോ, ഇനി അതല്ല കാറ്റിന്റേതാണോ, ഇനി മറ്റേതെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് മുഴുവനുമായി എല്ലും കട്ടം ചെവിയിൽ അല്ലാഹു ഇട്ടു തന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നവൻ തൗഹീദിലേക്ക് എത്തുകയാണ്. അല്ലാഹുവിനവൻ തസ്ബീഹ് പറയുകയാണ്. സുബ്ഹാനായി പോയാൽ ചെറിയ ഒരു പാട കൊണ്ട് കാണിക്കുകയും അതുപോലെ തന്നെ അസ്മാ ബിഅളും ഒരു ചെറിയ എല്ലും കട്ടങ്ങൾ കൊണ്ട് എല്ലാം കട്ടം കൊണ്ട് കേൾപ്പിക്കുകയും വഅംദക ബിലഹം, അതേ ചെറിയ ഒരു മാംസക്കട്ടം കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുകയും ചെയ്യുന്നു. സംസാരിക്കുക എന്ന് പറയുമ്പോ മനുഷ്യനെ വ്യതിരിക്തമാക്കുന്നത് പോലും സംസാരമാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ എന്നതിന്റെ തഅരീഫ് പറഞ്ഞപ്പോ പണ്ഡിതന്മാര് പറഞ്ഞത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹയവാനുൻ നാതിഖ്, ഹയവാനുൻ നാതിഖ്, സംസാരിക്കുന്ന മൃഗമാണ് മനുഷ്യൻ. അപ്പൊ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആ സംസാരം അല്ലാഹു സംവിധാനിച്ചത് ചെറിയൊരു മാംസക്കട്ടമിട്ട് തന്നുകൊണ്ടാണ്. ആ മാംസക്കട്ടമാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴും ആ മാംസക്കട്ടം ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോ സുബ്ഹാന മൻ അസ്മാ ബിഅളും, ഒരു ചെറിയ എല്ലും കട്ടം കൊണ്ട് കേൾപ്പിക്കുന്നവനായ അല്ലാഹ് നീ സുബ്ഹാനായി. വബസ്സറ ബിശഹം, ചെറിയൊരു പാട കൊണ്ട് കാണിക്കുന്നവനായ അല്ലാഹ് നീ സുബ്ഹാനായി. വസ്വാമിഅതു ഫിൽ ഉദൻ, അതേ അല്ലാഹുവേ, ചെറിയ ഒരു മാംസക്കട്ടം ഇട്ടുകൊണ്ട് തന്നെ വഅംദക ബിലഹം, ചെറിയൊരു മാംസക്കട്ടം ഇട്ടുകൊണ്ട് തന്നെ സംസാരിപ്പിക്കുന്ന അല്ലാഹുവേ നീ സുബ്ഹാനായി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിനെ അറിയില്ല, അല്ലാഹുവിന്റെ അളവത്ത് അറിയില്ല, അവന്റെ ഖുദ്റത്ത് അറിയില്ല, അവന്റെ കഴിവറിയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ആ അത്ഭുതങ്ങൾ നിറച്ച അവസ്ഥയിലാണ് അവന്റെ ശരീരം പടച്ചു വെച്ചത്, അവന് കാഴ്ച നൽകിയത്, കേൾവി നൽകിയത്, സംസാര വൈഭവം നൽകിയത്. മാത്രമല്ല തന്റെ ചുറ്റുപാടുകൾ ഒരുക്കി വെച്ചത്, ഭൂമിയെ വിധാനിച്ചിട്ടത്, മാത്രമല്ല അത് സുരക്ഷിതമാക്കിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ വിശാല വിസ്തൃതമായ ഫ്ലാക്കുകൾ, രാശികളുള്ള ചക്രവാളങ്ങളുള്ള ആകാശം തന്നെയും സത്യമെന്നുള്ള പറഞ്ഞില്ലേ? ആ വിശാലമായ ആകാശമാകട്ടെ സർവ്വതും അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് റബ്ബിനെ ലോകത്തിന്റെ മുന്നിൽ വിളംബരം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്തായി ദൃഷ്ടാന്തമായി നിലനിൽക്കുകയാണ്.
ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചു. നമ്മുടെ ചുറ്റുപാടുകൾ അല്ലാഹു കാണിച്ചു തന്നു, നമ്മുടെ ശരീരം അല്ലാഹു ചൂണ്ടിക്കാട്ടി, വിശാലമായ ലോകം ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമല്ല മനുഷ്യ സമൂഹത്തിൽ അല്ലാഹു ചെയ്തു കൊടുത്ത മഹാ സൗഭാഗ്യത്തെ കുറിച്ചും തുറന്നുള്ള പറയുകയാണ്. നേരത്തെ ഓതിയ വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ എന്ന് പറഞ്ഞതിനു ശേഷം അല്ലാഹു പറയുന്നത് വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ ലഅല്ലകും തദക്കറൂൻ. മനുഷ്യരെ നിങ്ങളെ ഇണകളാക്കി പടച്ചില്ലയോ, ആണും പെണ്ണുമാക്കി പടച്ചില്ലയോ? ഞാനൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ആയത്തോടുമ്പോ തഫ്സീറുകൾ പഠിക്കുമ്പോ ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത് പറയേണ്ട കാര്യം? ആണ് പെണ്ണ് എന്ന് പറയേണ്ടതുണ്ടോ? എല്ലാത്തിലും നാം ഇണകളെ പടച്ചു, ആണുണ്ട് പെണ്ണുണ്ട് എന്ന് പറയണോ? പറയേണ്ടതില്ലല്ലോ. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയണോ? വേണ്ട. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം, പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അത് വാഴ പറയണോ? അതിനായത്തിറക്കണോ എന്നിങ്ങനെ സംശയിക്കുമായിരുന്നു. കാരണം അത്രയും തവണ അല്ലാഹു ആവർത്തിച്ച ഒരു കാര്യമാണ്. മനുഷ്യർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത മഹത്തായ നിഅമത്തുകളെ സംബന്ധിച്ച് പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയും വഖലഖനാകും അസ്വാജാ വഖലഖനാകും അസ്വാജാ. നിങ്ങളെ ആണായി പെണ്ണായി ഇണയായി പടച്ചു എന്നിങ്ങനെ ഖുർആൻ ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. എത്രത്തോളം പരലോകത്തെ സംശയിച്ച മനുഷ്യർക്ക് അല്ലാഹു മറുപടി പറയുമ്പോൾ പോലും അവിടെ പറഞ്ഞ വാചകം അതേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനീ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. പരലോകത്തെ സംശയിച്ച മനുഷ്യർക്ക് മറുപടി പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വജഅല മിൻഹുമുസ് സൗജൈനി ദക്കറ വൽ ഉൻസാ. മനുഷ്യരെ അവർക്കിടയിൽ ആണില്ലേ പെണ്ണില്ലേ, ആണില്ലേ പെണ്ണില്ലേ, ആണില്ലേ പെണ്ണില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് സംശയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് മാറി. കാര്യം ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ കൺഫ്യൂഷന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ, കലാലയങ്ങളിൽ പോകുന്ന മക്കൾ, സ്കൂളിൽ പോകുന്ന മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയുന്നത് നിങ്ങൾ ജെൻഡറിൽ ന്യൂട്രാലിറ്റി ആകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആണാണെന്നോ പെണ്ണാണെന്നോ പറയരുത് എന്നാണ്. മാത്രമല്ല അത്തരം വ്യത്യാസങ്ങൾ വേണ്ടതില്ല എന്നാണ്. ആണും പെണ്ണും ഒരുപോലെ ആകട്ടെ എന്നാണ്. സാധാരണ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ 18 വയസ്സാകേണ്ടി വരുന്നത് പോലെ, അല്ലെങ്കിൽ 18 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വരുന്നത് പോലെ നീ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ 18 വയസ്സ് വരെ കാത്തിരുന്നിട്ട് പറഞ്ഞാൽ മതി ആണാണോ പെണ്ണാണോ. അങ്ങനെ 18 വയസ്സാകുമ്പോ ആണിന് തോന്നുകയാണ് ഞാൻ പെണ്ണാണെന്ന്, പെണ്ണിന് തോന്നുകയാണ് ഞാൻ ആണാണെന്ന്. അങ്ങനെ ജെൻഡർ കൺഫ്യൂഷനിൽ ജീവിക്കുകയാണ്. ആൺ പെണ്ണും സ്വത്വബോധം പോലും ഇതാ ത്രിശങ്കുവിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു കൺഫ്യൂഷനും ആവശ്യമില്ലാത്ത രൂപത്തിൽ, സംശയം വേണ്ടാത്ത രൂപത്തിൽ റബ്ബ് പറയുകയാണ് വൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്ന രൂപത്തിൽ ആൺ പെൺ സിസ്റ്റത്തെ സംവിധാനിച്ചു എന്ന് മാത്രമല്ല, അവിടെ തീർച്ചയായും ഇണക്കം തന്നു എന്ന് മാത്രമല്ല, സ്നേഹവും സക്കീനത്തും സമാധാനവും അതുവഴി സമ്മാനിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളെ ആ ഒരു സംവിധാനമായ നിഅമത്തുകൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ അനുഭവിക്കുവാനുള്ള സാഹചര്യം ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നില്ലയോ എന്നിങ്ങനെ 3 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 3 കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തയെ ഉണർത്തിക്കൊണ്ട് വിശാല വിസ്തൃതമായ ആകാശത്തെയും ആകാശത്തിന് ചുവട്ടിൽ അനന്തകോടി നക്ഷത്രങ്ങളെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഈ ഭൂമിയിലുള്ള മാമലകളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും പുൽച്ചാടികളെയും പുൽമേടുകളെയും അതിർവിളിക്കുന്ന സമുദ്രത്തെയും ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കോടാനകോടി ജീവജാലങ്ങളെയും അങ്ങനെ സർവ്വതിനെയും ചൂണ്ടിക്കൊണ്ട് അതൊരുക്കിയ സംവിധാനത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് റബ്ബ് പറയാണ് ഫഫിറൂ ഇലല്ലാഹ് ഫഫിറൂ ഇലല്ലാഹ് ഫഫിറൂ ഇലല്ലാഹ്. എന്തിനാണ് സയൻസ്, എന്തിനാണ് കെമിസ്ട്രി, എന്തിനാണ് ബയോളജി, എന്തിനാണ് ലോകത്ത് മനുഷ്യർ നേടുന്ന അറിവുകൾ, മനുഷ്യർ അല്ലാഹു നൽകിയ ബുദ്ധി, മനുഷ്യന് കൊടുത്ത വിവേകം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത ആലോചനാ ശക്തി, അവന് നൽകിയ പ്രതാപം, അവന് നൽകിയ ഖിലാഫത്ത്, അതെന്തിനാണെന്ന ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ പറയുന്ന വാചകം ഫഫിറൂ ഇലല്ലാഹ്.
അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി വരൂ മനുഷ്യരെ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി വരൂ മനുഷ്യരെ. ഫഫിറൂ ഇലല്ലാഹ്, ഫ്രീ ടു അല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ഓടി വരണമെന്ന ചോദ്യത്തിനാണ് ഈ മഹാപ്രപഞ്ചത്തിലെ ഓരോ തുടിപ്പിനെയും അല്ലാഹു നമ്മുടെ മുന്നിൽ വെച്ച് വിശദീകരിച്ചത്. ഒരാൾക്കും ഈ ലോകത്തെ നോക്കിയിട്ട് അല്ലാഹുവിനെ നിഷേധിക്കാൻ കഴിയില്ല. ഒരു യുക്തിവാദി എന്ന് പറയുന്നവൻ, മതനിഷേധി എന്ന് പറയുന്നവൻ, ദൈവനിഷേധി എന്ന് പറയുന്നവൻ അവൻ മരമണ്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, ചിന്തിക്കാൻ കഴിയില്ലാത്തവനാണ്, തലയിൽ ഓളമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഈ ലോകത്തെ സർവ്വതും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, സർവ്വതും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അപ്പോഴാണ് ഈ അടുത്ത സമയത്ത് മൈത്രേയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. അയാൾ ഇങ്ങനെ വിശദീകരിക്കണം അദ്ദേഹം എന്തുകൊണ്ട് ദൈവത്തെ നിഷേധിച്ചു, പടച്ചോനെ നിഷേധിച്ചു എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ സ്കൂളിൽ അദ്ദേഹത്തിന്റെ കലാലയത്തിൽ ഒരു മാഷ് പഠിപ്പിക്കാൻ വന്നപ്പോ മാഷ് ഒരിക്കൽ ചോദിച്ചു, ദൈവമുണ്ട് എന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ നിങ്ങളെ നാളെ പറയണം എന്ന് പറഞ്ഞു വിട്ടപ്പോ ഇയാൾ ഇങ്ങനെ ആലോചിച്ചു, വീട്ടിൽ പോയിട്ട് ഒരു ദിവസം മുഴുവൻ ആലോചിച്ചു. എന്നിട്ട് പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, ദൈവമുണ്ട് എന്നതിന് ഒരിക്കലും ന്യായവും കാണുന്നില്ല എന്ന് മാത്രമല്ല, മൂപ്പര് ആള് പറ്റ മോശാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയാണ്, അഥവാ പടച്ചവൻ പറ്റ മോശാണ്. കാര്യം എന്ന് വെച്ചാൽ പടച്ചതൊന്നും ശരിയായിട്ടില്ല. എന്താ പടച്ചത് ശരിയാകാത്തത്? അദ്ദേഹം പറഞ്ഞു, കൊതുകിനെ പടച്ചത് എന്തിനാണ് എന്ന് എനിക്ക് തിരിയുന്നില്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇന്നും അയാളെ വർത്താനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലെ വലിയ ബുദ്ധിജീവിയായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാചകം എന്താ വെച്ചാൽ, അദ്ദേഹം ഒരുപാട് ആലോചിച്ചു, ബാക്കിയൊക്കെ ആവശ്യമാണ്, പക്ഷെ ഈ കൊതുകിനെ എന്തിനാണ് പടച്ചത് എന്ന് ഇതുവരെ എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഇത് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അയാൾ കൊതുകിനെ പടച്ചത് എന്തിനാണെന്ന് തിരിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ തുറക്കുകയാണ്. സൂറത്തുൽ ബഖറ 26-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ആ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ അവിടെ വന്നിരിക്കുന്നു കൊതുക്. എന്തിനാണ് ഇത് പടച്ചത്, പടച്ചവൻ പടച്ചത് എന്ന് തിരിയാത്ത മനുഷ്യന്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ വചനത്തിൽ ഇത് അവന്ന് കൊതുകിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. إن رب പറയുന്നത് ഇന്നല്ലാഹ ലാ യസ്തഹി, അല്ലാഹുവിന് ലജ്ജയില്ല, അല്ലാഹുവിന് നാണമില്ല. ഏത് വിഷയത്തിൽ കൊതുകിനെ പടക്കുന്നത് പോയിട്ട് ആ കൊതുകിനെ ഒരു ഉപമയായി വിവരിക്കുന്ന വിഷയത്തിൽ പോലും അല്ലാഹുവിന് ലജ്ജയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊതുകിനെ ചിലപ്പോൾ ഉപമയായി പറയും. അതിന് മുകളിൽ പലതും എന്ന് പറയും. അവിടുന്ന് അങ്ങോട്ട് വിശാല വിസ്തൃതമായ ആകാശലോകമടക്കമുള്ള, അഥവാ മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആധുനിക മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും അത്യാധുനികമായ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പുതിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ ആവരണ ലോകം ഒപ്പിയെടുത്തുകൊണ്ട് ലോകത്തിന് സമ്മാനിക്കുമ്പോ ജെയിംസ് ടെലസ്കോപ്പ് എന്ന പേരിൽ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഏറ്റവും വലിയ ടെലസ്കോപ്പ് കൊണ്ട് വാനലോകത്തിന്റെ ആകാശലോകത്തിന്റെ പുതിയ ചിത്രങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നാസ ഏതോ 1, 2, 3 കൊല്ലങ്ങൾക്ക് മുമ്പ്, അഥവാ അമേരിക്ക ജോ ബൈഡൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഫോട്ടോ പുറത്തു വിടുമ്പോ നാസ അതിന്റെ ചുവട്ടിൽ എഴുതി വെക്കുകയാണ്, ഏറ്റവും ക്ലിയർ ആയ ഒരു ഫോട്ടോയാണ് ഈ പ്രപഞ്ചത്തിൻ്റെത് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഫോട്ടോയിൽ ലഭിച്ച ചിത്രമാകട്ടെ 450 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ലോകത്തിന്റെ അങ്ങേ തലയിൽ എവിടെയോ ജീവിച്ച അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നക്ഷത്രങ്ങൾ 450 കോടി കൊല്ലം മുമ്പ് പുറപ്പെടുവിച്ച പ്രകാശം, ആ പ്രകാശം അവിടെ നിന്ന് സഞ്ചരിച്ച് നമ്മുടെ ടെലസ്കോപ്പിൽ എത്തിക്കിട്ടിയതാണ്. അഥവാ നമ്മൾ ഇന്ന് കാണുന്ന ചിത്രം 450 കോടി കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ നക്ഷത്രങ്ങളുടെ ചിത്രമാണെന്ന് പറയുമ്പോ, അഥവാ ഇവിടെ നിന്ന് ആ ടെലസ്കോപ്പിൽ നിന്ന് അങ്ങോട്ട് സഞ്ചരിച്ചാൽ ആ നക്ഷത്രത്തിലേക്ക് എത്തണമെങ്കിൽ 450 കോടി പ്രകാശവർഷം അല്ലെങ്കിൽ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാലല്ലാതെ
ആ നക്ഷത്രത്തിലേക്ക് എത്താൻ കഴിയില്ല. അത്രമാത്രം വിശാലമായ വലിപ്പമുള്ള മഹാപ്രപഞ്ചം മുതലിങ്ങോട്ട് ആ വലിയ ലോകം മുതലിങ്ങോട്ട് ചെറിയ കൊതുക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമയായി പറയുമ്പോ ഫഅമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, തീർച്ചയായും ഈമാനുള്ളവർക്കറിയാം ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഹഖാണ്, സത്യമാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. എന്നാലോ അമ്മല്ലദീന കഫറു, നിഷേധികളായ നന്ദികെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഫയഖൂലൂൻ, അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താ ചോദിക്കുന്നത്? മാദാ അറാദല്ലാഹു ബിഹാ മതലാ, എന്തിനാണ് കൊതുക്, എന്തിനാണ് കൊതുക്, എന്തിനാണ് കൊതുക്, എനിക്ക് തിരിയുന്നില്ലല്ലോ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് തിരിയുന്നില്ല, കൊതുക് എന്തിനാണെന്ന് തിരിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഈ ആയത്ത് തോന്നും ഈ ആയത്ത് തിരുവനന്തപുരത്ത് മൈത്രേയന്റെ വീട്ടിൽ അവതരിച്ചതാണ്. അല്ല, നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല കൊതുകിനെ വെച്ചുകൊണ്ട് അവരുടെ സൃഷ്ടിപ്പിനെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിന്, അല്ലാഹുവിന്റെ കലാമിനെ തഫ്സീർ എഴുതിയ മുഫസ്സിറുകൾ രാവും പകലും ഉറക്കമടച്ചുകൊണ്ട് അവരിതാ വിശുദ്ധ ഖുർആനെ തഫ്സീർ എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിശുദ്ധ ഖുർആനിലെ ബഊദത്ത്, കൊതുക് എന്ന് പറയുന്ന ഭാഗമെത്തുമ്പോ ആ ഖുർആനെ വ്യാഖ്യാനം എഴുതുന്ന മുഫസ്സിറിന്റെ കൈവറക്കുകയാണ്. അയാൾ അവിടെ നിന്ന് കരയുകയാണ്. അയാളുടെ ഹൃദയം എങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുകയാണ്, വിറക്കുകയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ പറഞ്ഞത് ബഊദ എന്ന വിശുദ്ധ ഖുർആൻ ഒരു വാക്ക് മാത്രമാണ്, കൊതുക് എന്ന വാക്ക് മാത്രമാണ്. മനസ്സിലാക്കണം അതുവഴി എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതേ മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ പ്രഥമ രംഗത്ത് തന്നെ എണ്ണപ്പെടുന്നത് മഖ്ശരി മുതൽ ഖുർത്തുബി മുതൽ ഇങ്ങോട്ടുള്ള മുഫസ്സിറുകൾ ഈ ആയത്തിന് തഫ്സീർ എഴുതുമ്പോ അവിടെ എഴുതി വെക്കുന്നത് കാണാം ഒരു പദ്യം. എന്താണ് ആ പദ്യം? യാ മയ്യറാ മദ്ദൽ ബഊദി ജനാഹഹ ഫീ ദുൽമത്തിൽ ലൈലിൽ ബഹീമിൽ അയലി വയറാ ഉറുഖനിയാതിഹാ ഫീ നഹരിഹാ والمخ في تلك العظام النحلي يغفر لعبد طاب من فرطاته ما كان منه في الزمان الأولي. ഖുർആൻ ബഊദത്ത് എന്ന് പറഞ്ഞപ്പോ മുഫസ്സിറിന്റെ കൈവറച്ചയാള് പാടുകയാണ് അല്ലാഹ് യാ മയ്യറാ മദ്ദൽ ബഊദി ജനാഹഹ. ഈ ചെറിയ കൊതുകിന്, ആ കൊതുകിന് ചിറകുകളുണ്ട്. ഈ ചെറിയ കൊതുകിന്റെ ചിറകിനൊരു ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ചെറിയ ഫ്രെയിംവർക്കിലാണ് അതിന്റെ ചിറകിന് റബ്ബേ നീ നിർത്തിയത്. ആ ചെറിയ കൊതുകിന്റെ ചിറകിന്റെ ആ ഉള്ളിലുള്ള ഫ്രെയിമിലൂടെ അതിൻ്റെതായ ഒരു സ്രവം രക്തം പോലെ ഒഴുകുന്നുണ്ടല്ലോ. അത് കാണുന്നവനായ അല്ലാഹ് പകൽ വെളിച്ചത്തിൽ ഉച്ചനേരത്ത് പാറി വരുന്ന കൊതുകിന്റെ ചിറകിലെ ആ രക്തയോട്ടം എന്ന് പറയാൻ കഴിയുന്ന കാര്യമല്ല. നേരെ മറിച്ച് പാതിരാ നേരത്ത് കുറ്റാക്കൂരിട്ടിൽ പാറി വരുന്ന കൊതുകിന്റെ ചിറകിന്റെ ആ ഫ്രെയിമിലൂടെ ഒഴുകുന്ന നരമ്പിലൂടെ ഒഴുകുന്ന രക്തത്തുള്ളികളെ കാണുന്നവനായ അല്ലാഹ് ആ ചെറിയ കൊതുകിന് ഒരു നെഞ്ചു വെച്ചു കൊടുത്തല്ലോ അല്ലാഹ്, ഒരു ഹാർട്ട് വെച്ചു കൊടുത്തുവല്ലോ അല്ലാഹ്. ആ ചെറിയ ഹാർട്ടിന്റെ അനക്കം പോലും അറിയുന്നവരെ ആ കൊതുകിന്റെ കാലുകൾ കണ്ടില്ലയോ? ആ കാലിന് കാൽമുട്ട് കണ്ടില്ലയോ? നമുക്കും കാൽമുട്ടുണ്ട്, കൊതുകിനും കാൽമുട്ടുണ്ട്. ആ കൊതുകിന്റെ കാലിന്റെ മുട്ടിന്റെ ഉള്ളിൽ അതിന് ആവശ്യമായ ഫ്ലൂയിഡ് ഒരുക്കി വെച്ചവനായ അല്ലാഹ്. അത് ചെറിയ കാര്യമല്ലല്ലോ. ഒരു നീലത്തിമിംഗലത്തെ ഉണ്ടാക്കൽ പ്രയാസമല്ല. കാരണം അതിന് സ്പേസ് ഉണ്ട്, വലിപ്പമുണ്ട്. വലിപ്പമുള്ള ഒരു പ്രതലത്തിൽ ഈ സാധനങ്ങൾ മുഴുവൻ സംവിധാനിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഒരു മൈക്രോയായ ഏറ്റവും ചെറിയ ഒരു വസ്തുവിന്റെ ഉള്ളിൽ ഒരു തലച്ചോറ് വെച്ച് കൊടുക്കണം. ഏറ്റവും ചെറിയ ഒരു ജീവിയുടെ ഉള്ളിൽ ഒരു നെഞ്ചി വെച്ച് കൊടുക്കണം. ഏറ്റവും ചെറിയ ജീവിയുടെ കാലിന്റെ ഉള്ളിൽ ഒരു മുട്ട് വെച്ച് കൊടുക്കണം. അതല്ലയോ പ്രയാസമുള്ളത്, അതല്ലയോ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ഇതാ ആ കൊതുക് പാറി വരികയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തമുള്ള ഭാഗത്ത് വന്നിരിക്കുകയാണ്. 3 സിറിഞ്ചുകൾ ആ കൊതുക് കുത്തിയിറക്കുകയാണ്. കുത്തിയിറക്കുന്നു എന്ന് മാത്രമല്ല, ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തം ക്ലോട്ടാകുന്നതാണ്.
രക്തത്തിന്റെ സ്വഭാവം അതാണ്. രക്തം പെട്ടെന്ന് ക്ലോട്ടായി പോകും. അതുകൊണ്ട് ആ കൊതുക് വന്നൊരു സിറിഞ്ച് കുത്തിയിറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രക്തം വലിച്ചെടുക്കുകയല്ല, നേരെ മറിച്ച് ആ രക്തം കോട്ടാകാതിരിക്കാനുള്ള കെമിക്കൽ ആദ്യം ആ രക്തത്തിലേക്ക് ഇറ്റിക്കുകയാണ്. അത് രക്തം ഒരിക്കലും കോട്ടാകാത്ത രൂപത്തിൽ ആക്കിയതിനു ശേഷമാണ് സിറിഞ്ച് കൊണ്ട് വലിച്ചെടുക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ പ്രതിഭാസമല്ല. അതുകൊണ്ട് തന്നെ ആ ചെറിയ കൊതുകിന്റെ സങ്കീർണമായി പ്രവർത്തനത്തെ ഒരുക്കി വെച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ കൊതുകിനേക്കാൾ എത്രയോ വലിപ്പമുള്ള എന്റെ പ്രവർത്തനങ്ങളെ കാണാതിരിക്കാൻ കഴിയുമോ? ആ കൊതുകിന്റെ അനക്കമറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്റെ അനക്കം അവൻ അറിയാതിരിക്കുമോ? ആ കൊതുകിന്റെ സങ്കീർണതകളെ ഒരുക്കിയ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സങ്കീർണതകളെ അവൻ കാണാതെ പോകുമോ? അതുകൊണ്ടാണ് ആ കൊതുകിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതേ നമ്മുടെ നാട്ടിൽ ബുദ്ധിജീവികളായ ആളുകൾ പോലും കൊതുകെന്ത് എന്ന് ചോദിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പഠിച്ചവര്, അള്ളാഹുവിന്റെ ആയത്ത് കേട്ടവര് ആ കൊതുകിനെ പറ്റി എന്ന് അള്ളാഹു ഒറ്റ വാക്കിലെന്ന് പറഞ്ഞപ്പോ അതിനെപ്പറ്റി ആലോചിച്ചവര് പറഞ്ഞത് ഇഗ്ഫിർലി അബ്ദിൻ താബ മിൻ ഫറതാതിഹി മാ കാന മിൻഹു ഫിസ്സമാനിൽ അവ്വലി. ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും അല്ലാഹുവേ നീ കണ്ടുവല്ലോ. നിന്റെ കണ്ണ് മറക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. കാരണം ഒരു കൊതുകിന്റെ ചെറുകടി പോലും അറിയുന്ന നിനക്ക് അതിന്റെ ഉള്ളിലെ ആ ഫ്രെയിമിലുള്ള ആ രക്തം പോലും അറിയുന്ന കാണുന്ന, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിന്റെ അകത്തെ നെഞ്ചകമറിയുന്ന കൊതുകിന്റെ മസ്തിഷ്കത്തെ ഒരുക്കി വെച്ചു കൊടുത്ത അല്ലാഹുവേ, നിന്റെ കണ്ണ് വെട്ടിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ച അരുതായ്മകൾ അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞാൻ എടുത്തു വെച്ച് മാപ്പ് ചോദിക്കുകയാണ്. അതുകൊണ്ട് സാധുവായ ഈ ദാസിന് പുറത്തു തരണേ എന്ന് പൂർവ്വസൂരികളായ ആളുകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ വളരെ കൃത്യമായി മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും റബ്ബിനെ പറ്റി പറയാണ് എന്ന് പറഞ്ഞാൽ തൗഹീദ് പറയാത്ത യാതൊന്നും തന്നെ ഈ ഉലകത്തിലില്ല. തൗഹീദ് വിളംബരം ചെയ്യാത്ത യാതൊന്നും തന്നെ ഉലകത്തിലില്ല, ഇരുകാലി മനുഷ്യനല്ലാതെ. ഇരുകാലി മനുഷ്യന്റെ തലക്കകത്ത് മാത്രമാണ് തൗഹീദ് കേറാത്തത്. ഈ ഇരുകാലിക്ക് മാത്രമാണ് തൗഹീദ് തിരിയാത്തത്. ഈ മനുഷ്യൻ എന്ന് പറയുന്ന വർഗം മാത്രമാണ് അഹങ്കാരത്തിന്റെ ആ ഗർവമായിട്ട് തൗഹീദ് അറിയാതെ ഉരുചുറ്റുന്നത്. അള്ളാഹിനെ ഓർക്കാൻ അവന് സമയമില്ല, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുവാൻ അവന് സമയമില്ല, തൗഹീദ് പറയാൻ അവന് സമയമില്ല. മാത്രമല്ല ചിലപ്പോൾ മാനക്കേടായി പോലും ചില ആളുകൾ പറയാണ്, ഇപ്പോഴും തൗഹീദേ ഉള്ളോ, ഇപ്പോഴും തൗഹീദേ പറയാനുള്ളോ, നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നത്. ഒരിക്കലും വാനലോകത്തുള്ളവരോ ആകാശഭൂമികളോ നക്ഷത്രങ്ങളോ സൂര്യചന്ദ്രാദികളോ ഇടജന്തുക്കളോ നാൽക്കാലികളോ അല്ല, നേരെ മറിച്ച് ഇരുകാലിയായി അല്ലാഹു പടച്ച മനുഷ്യനാണ്. ആ മനുഷ്യന് മാത്രമാണ് തൗഹീദ് ബോധ്യപ്പെടാത്തത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിച്ചത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ ചോദ്യമാണ്. അല്ലാഹുവിന്റെ ദാസൻ അല്ലാഹു പോരെ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ബാക്കിയുള്ളതിനെല്ലാം അല്ലാഹു മതിയായതാണ്, ബാക്കിയുള്ളതിനെല്ലാം അല്ലാഹു മതിയായതാണ്. എല്ലാത്തിനും അല്ലാഹുവിനെ തൃപ്തിപ്പെടാൻ അവരൊരുക്കമാണ്, അല്ലാഹുവിനെ സ്വീകരിക്കാൻ അവരൊരുക്കമാണ്. അതെന്താകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ. നീ വസിക്കുന്ന ഭൂമി, ആ ഭൂമിയെ പോലെ 14 ലക്ഷം ഭൂമി കൊണ്ടുപോയി അടുക്കി വെക്കാൻ വലിപ്പമുണ്ട് സൂര്യന്. ആ സൂര്യൻ അല്ലാഹു മതിയായതാണ്. ആ സൂര്യന്റെ പ്രഭയേറ്റുകൊണ്ട് നിലാവലകൾ പൊഴിക്കുന്ന ചന്ദ്രനുണ്ട്, ആ ചന്ദ്രൻ അല്ലാഹു മതിയായതാണ്. ഭൂമിയുടെ ഓരോ കാലാവസ്ഥയും മാത്രമല്ല സമുദ്രത്തിലെ ഇളക്കം പോലും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ചന്ദ്രൻ അല്ലാഹു മതിയായവനാണ്. ഭൂമിയിലെ സർവ്വജീവജാലങ്ങൾക്കും അല്ലാഹു മതിയായവനാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون.
റബ്ബ് പറയാണ്, നമ്മൾ ഇതുപോലെ ഓതിയത് മരിച്ചിടത്താണ് മരിച്ചു കിടക്കുന്ന മനുഷ്യനോടായി ഓതിക്കൊടുത്തത്. ജീവിച്ചിരിക്കുമ്പോ രണ്ടുകാൽ എഴുന്നേറ്റ് നടക്കുമ്പോ തലച്ചോറ് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാനെ അറിയാനും പടച്ചവനെ മനസ്സിലാക്കുവാനും ആയത്ത് ഉപയോഗിച്ചില്ല. നേരെ മറിച്ച് മരിച്ച ആളുകൾ അടുക്കൽ പോയി ഓതിക്കൊടുക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചവർക്ക് ഓതിക്കൊടുത്തിട്ട് അതിലോതുകയാണ്, അതേ ആകാശത്ത് അല്ലാഹു ഒരുക്കിയ ആ സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ തജ്രീലി മുസ്തഖറിൻ ലഹാ, അത് നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ കോടി കൊല്ലങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആധുനികമായി ബിഗ് ബാങ് തിയറിയുടെ ആ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ 13.8 കോടി ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആ ഭ്രമണം തുടങ്ങിയതാണ്, സഞ്ചാരം തുടങ്ങിയതാണ്. ഇത് പറയുന്നത് നിർത്തിയിട്ടില്ല, ഇത് പറയുന്നതിന്റെ ഭ്രമണം അവസാനിപ്പിച്ചിട്ടില്ല. അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് സഞ്ചരിക്കുന്നത്? തന്റെ കിട്ടത്തിനല്ല, വിശ്രമിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് വിശ്രമമില്ലാതെ അനുസ്യൂതം അവിരാമം അതിങ്ങനെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹ് കാട്ടിക്കൊടുത്ത വഴിയിലൂടെയാണ്, ഭ്രമണപഥത്തിലൂടെയാണ്. അതുപോലെ തന്നെ ചന്ദ്രനും അതിന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്റെ തീരുമാനത്തിലാണ്, അവന്റെ നിർണയത്തിലാണ്. നമുക്കറിയാം സൂര്യന് ചന്ദ്രനേക്കാൾ പവർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചന്ദ്രനെ ഇതാ വലിച്ചെടുത്തുകൊണ്ട് അപകടത്തിലാക്കുന്നില്ലെന്ന് മാത്രമല്ല, രാത്രി ഒരിക്കലും പകലിനെ പോയി ഓവർടേക്ക് ചെയ്യുന്നില്ല. രാത്രി ഒരിക്കലും പകലിനെ പോയോ രാത്രിയെ പോയോ ഓവർടേക്ക് ചെയ്യുന്നില്ല. അത് മുഴുവനും അതിന് നിർണ്ണയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. യുറീഖുകാരൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തുമ്പോ ആ ബഹിരാകാശ ലോകത്ത് നിന്നുകൊണ്ട് ഈ ലോകത്തെ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു സ്വിമ്മിംഗ് മോഡിലാണ് ഇത് മുഴുവനും സഞ്ചരിക്കുന്നതായി അനുഭവപ്പെട്ടത് എന്നാണ്. വിശുദ്ധ ഖുർആനും അതേ വാക്കു തന്നെയാണ് പ്രകടിപ്പിച്ചത്, അതേ വാക്കു തന്നെയാണ് ഉച്ചരിച്ചത്. ലോകത്തുള്ള സർവ്വതും ഒരു സ്വിമ്മിംഗ് മോഷനിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വിശാലമായ ആകാശത്തിനും നക്ഷത്രക്കൂട്ടങ്ങൾക്കും അതുപോലെ തന്നെ ഭൂമിക്കും സസ്യലതാദികൾക്കും എല്ലാത്തിനും അല്ലാഹു മതിയായവനാണ്. പക്ഷേ ഇരുകാലിയായ മനുഷ്യ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, നീ കഴിക്കുന്ന അന്നത്തിൽ ഒരു വറ്റിൽ പോലും എഴുതി വെച്ച തൗഹീദിന്റെ ആദർശം ഉൾക്കൊള്ളാൻ നിനക്കെന്താണ് മടി? അല്ലാഹ് പോരേ നിനക്ക്, അല്ലാഹ് പോരേ നിനക്ക്, അല്ലാഹ് പോരേ നിനക്കെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യത നമുക്കുണ്ട്, അതിന് മറുപടി പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. പക്ഷേ അതിന് മറുപടി പറയേണ്ടവർ പോലും ആ മറുപടി പറയുക മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ ആദർശം പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പോലും ഉറക്കത്തിലാണ്. അവർക്ക് പോലും ഉണരാൻ സമയമായില്ല, അവർക്ക് പോലും വളരാൻ സമയമായില്ല. ആ തൗഹീദിന്റെ മഹിതമായ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പൈശാചിക വലയത്തിൽ ഉലയുന്ന ഒരു സമൂഹമായി ഈ സമൂഹം മാറിപ്പോവുകയാണ്. മനസ്സിലാക്കണം, ഇത് നമ്മൾ മാത്രം പറയല്ല, നേരെ മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മനസ്സിലാക്കണം, അദ്ദേഹം ലോകത്ത് കഴിഞ്ഞു പോയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇന്നബാസല്ലാഹി സുൽത്താനുർ റിജാലി ജാഅ ഫീ ഇശ്കിൻ വഅശ ഫീ കമാലി. അഭിജദ് അറബി ഭാഷയിൽ അക്ഷരക്കൂട്ടുകളെ അഭിജദ് രൂപത്തിൽ ഇങ്ങനെ എഴുതുമ്പോ ഓരോ അക്ഷരത്തിന് മൂല്യം നൽകുമ്പോ ആ മൂല്യം നൽകപ്പെടുന്നതിൽ ഇഷ്ഖ് എന്ന അറബി വാക്ക്, ആ വാക്കിന് കിട്ടുന്ന അഭിജദ് മൂല്യം എന്ന് പറഞ്ഞാൽ 470 470. അതാണ് ഇന്നബാസല്ലാഹി സുൽത്താനുർ റിജാലി ജാഅ ഫീ ഇശ്ഖിൻ. അഥവാ ആളുകളുടെ കൂട്ടത്തിലെ സുൽത്താനായ മുഹീദ്ദീൻ ശൈഖ് അദ്ദേഹം വന്നത് ജാഅ ഫീ ഇശ്ഖിൻ, ഇശ്ഖിലാണ് എന്ന് പറഞ്ഞാൽ ഹിജ്റ 470 അദ്ദേഹം ജനിക്കുന്നത്. വഅശ ഫീ കമാലി, അദ്ദേഹം കമാലിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ കമാൽ എന്നുള്ളത് അഭിജദിന്റെ മൂല്യപ്രകാരം 91.
അഥവാ 470 ജനിച്ച് 91 അദ്ദേഹം മരിക്കുമ്പോ സ്വാഭാവികമായും 561 മരിച്ചയാളാണ്. ആ രൂപത്തിൽ ഹിജ്റ 561 ജീവിച്ച് മരിച്ചുപോയ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണ സമാഹാരത്തിൽ പറയുന്ന, അഥവാ തന്റെ മുന്നിൽ വന്നിരിക്കുന്ന പാരാവാരം പോലെയുള്ള ജനസഞ്ചയത്തെ നോക്കി, മുസ്ലിമിനെ നോക്കി അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ് ആ വാചകം? ഖദിഹ്താല അലൈക ശൈത്താനു വസയ്യന ലകൽ കദിബ വൽ അഅമാലൽ ഖബീഹ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന മുസ്ലിമേ, അതേ നിന്നെ പിശാച് എങ്ങനെയാണ് പറ്റിച്ചു കൊണ്ടുപോയത്? പിശാച് എങ്ങനെയാ നിന്നെ കറക്കിക്കൊണ്ടുപോയത്? കാരണം ഈ ലോകത്തൊരു സയന്റിസ്റ്റിനും ലഭിക്കാത്ത, ഈ ലോകത്ത് ഒരു കോടീശ്വരനും ലഭിക്കാത്ത, ഈ ലോകത്തൊരു മില്യനേഴ്സിനും ലഭിക്കാത്ത, ഒരു ബില്യനേഴ്സിനും ലഭിക്കാത്ത ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച നിന്നെ പിശാച് എങ്ങനെയാ കറക്കിക്കൊണ്ടുപോയത്? നിന്നെ എങ്ങനെയാ പിശാച് കളവ് പറയുന്നവനാക്കി മാറ്റിയത്? വൽ അഅമാലൽ ഖബീഹ, മോശമായ അമലുകളുടെ പ്രവർത്തനത്തിന്റെ ഉടമയായി എങ്ങനെയാണ് ആ പിശാച് നിന്നെ കറക്കി ചുഴച്ചിക്കൊണ്ടുപോയത്? നിന്നെ എങ്ങനെയാണ് പിശാച് വലയം ചെയ്തത്? നീ അതപ്പതിച്ചെത്രത്തോളം എത്തി എന്ന് ചോദിച്ചാൽ, തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പോലും കളവ് പറയുന്ന, നുണ പറയുന്ന ആളായി നീ മാറിപ്പോയില്ലയോ? നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ നിസ്കരിക്കാറുണ്ടോ? ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിങ്ങൾക്കുള്ളത് പോലെയുള്ള നിസ്കാരം ഉണ്ടോ? ഇല്ലല്ലോ. മുസ്ലിമായ ആൾ, നിസ്കരിക്കുന്ന ആൾ, അദ്ദേഹത്തോടാണ് ശൈഖ് ജീലാനി പറയുന്നത്, തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് നിസ്കാരമെന്ന് നിസ്കാരത്തിന്റെ തഅരീഫ് പഠിച്ച നീ നിസ്കരിക്കുമ്പോൾ പോലും കളവ് പറയുന്നവനായി പോയില്ലയോ എന്ന് ശൈഖ് ജീലാനി ചോദിക്കുമ്പോ സ്വാഭാവികമായും ആളുകൾ സംശയിക്കും, നിസ്കരിക്കുമ്പോ ആരാടോ കളവ് പറയുന്നത്, ആരാടോ നുണ പറയുന്നത്? അതിന് നുണ പറയാൻ എവിടെയാ നേരമുള്ളത്? അത് ആ സംശയത്തിന് ജീലാനി തന്നെ മറുപടി പറയുന്നു, ലിഅന്നക തഖൂൽ അല്ലാഹു അക്ബർ, ലിഅന്നക തഖൂൽ അല്ലാഹു അക്ബർ. നിസ്കരിക്കാൻ വേണ്ടി വന്ന് വുളുവെടുത്ത് ഖിബലയിലേക്ക് തിരിഞ്ഞ നീ ആദ്യമായി പറഞ്ഞ വാക്ക് അല്ലാഹു അക്ബർ എന്ന വാക്കല്ലേ? മോനെ, നീ അത് പറയുമ്പോൾ അത് കളവല്ലേ? ജീവിതത്തിൽ ഖൽബ് കൊണ്ട് അല്ലാഹു അക്ബർ ആണെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഉൾക്കൊണ്ടിട്ടുണ്ടോ? ജീവിതത്തിന്റെ ഇടപാടുകൾ അല്ലാഹു അക്ബർ ആണെന്ന നിലക്ക് ആ പെരുമാറ്റച്ചട്ടങ്ങളെ സ്വരൂപിച്ചിട്ടുണ്ടോ? അല്ലാഹു അക്ബർ ആണെന്ന നിലക്ക് നീ വേഷവിധാനം സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലാഹു അക്ബർ ആണെന്ന നിലക്ക് നീ കച്ചവടം ചെയ്തിട്ടുണ്ടോ? അല്ലാഹു അക്ബർ ആണെന്ന നിലക്ക് ഒരു ദിവസമെങ്കിലും, ഒരു മണിക്കൂറെങ്കിലും നീ ജീവിച്ചിട്ടുണ്ടോ? നിന്റെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ അല്ലാഹു അക്ബർ ആണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ മകളുടെ കല്യാണത്തിന് നീ ഒരുങ്ങുമ്പോ പെണ്ണെ അല്ലാഹു അക്ബർ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ള എല്ലാത്തിനേക്കാളും മുകളിൽ എനിക്ക് റബ്ബിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ ഇഷ്ടമാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഹറാമുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമോ? നമ്മുടെ വിവാഹത്തിൽ ഉണ്ടാകുമോ? ഹറാമായ അതേ വളരെ ശക്തമായ കാതടപ്പിക്കുന്ന ഗാനമേളകൾ കൊണ്ട് നമ്മുടെ മക്കളുടെ കല്യാണം നടത്തുമോ? അതല്ല, ഹറാമായ വേഷം ധരിച്ചുകൊണ്ട് ആ വിവാഹ ദിവസം നമ്മൾ ഇങ്ങനെ ആളുകൾക്കിടയിലൂടെ ആണും പെണ്ണും തൊട്ടുരുമിയിട്ട് ഹറാമായ ജീവിതമായ ഒരു ദിവസം മുഴുവനും തുറച്ചു കളയുമോ? ഇല്ലല്ലോ. ഈ സർവ്വ കൂത്താട്ടവും കഴിഞ്ഞ് മുതുവെടുത്ത് വന്നിട്ടാ നീ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് കളവല്ലടോ, അത് നുണയല്ലേ നീ പറഞ്ഞാൽ, അത് കളവല്ലേ നീ പറഞ്ഞാൽ? അതിനു മുമ്പും അല്ലാഹു അക്ബർ എന്ന നിലക്കുള്ള പ്രവർത്തനം കാണുന്നില്ല, അതിനുശേഷവും അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന നിലക്കുള്ള പെരുമാറ്റം കാണുന്നില്ല. അങ്ങനെ വരുമ്പോ ആ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്ത കള്ള ദൈവങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് നീ നുണ പറയുകയാണ്. നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന് പുറമെയുള്ള കള്ള ദൈവങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് നീ നുണ പറയുകയാണ്. നിന്റെ കൽബകത്ത് 1000 കള്ള ദൈവങ്ങളുണ്ട്, അവക്ക് നീ അല്ലാഹുവിനേക്കാൾ വലിപ്പം കാണുന്നുണ്ട്, എന്നിട്ട് നീ നുണ പറയുകയാണ് അല്ലാഹു അക്ബർ എന്ന്. സ്വാഭാവികമായും ആളുകൾ സംശയിക്കും, ആരാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്ന എന്റെ ഖൽബിൽ കയറി കൂടിയ കള്ളദൈവമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ശൈഖ് ജീലാനി തന്നെ വിശദീകരണം നൽകിയത് കുല്ലുമാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക,
നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന് പുറമെ നീ ഇഅ്തിമാദ് ചെയ്യുന്ന അവലംബിക്കുന്ന സർവ്വതും നിന്റെ ഇലാഹാണ്. കുല്ലു ശൈഇൻ തഖാഫു മിൻഹു വതർജൂഹു ഫഹുവ ഇലാഹുക. അല്ലാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ആത്യന്തികമായി നീ പ്രതീക്ഷിക്കുന്നുവോ ഫഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹാണ്. അതുപോലെ കുല്ലു ശൈഇൻ തഖാഫു മിൻഹു, നീ ആത്യന്തികമായി അല്ലാഹുവിന് പുറമെ ഏതെങ്കിലും ഒരു ശക്തിയെ ഭയപ്പെടുന്നുണ്ടോ ഫഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹാണെന്നിരിക്കവേ ഇങ്ങനെയുള്ള 1000 കള്ളദൈവങ്ങളെ കൽബകത്തെടുത്ത് വെച്ചിട്ട് നീ നാവ് കൊണ്ട് പറയുന്നു അല്ലാഹു അക്ബർ എന്ന്, നീ നാവ് കൊണ്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അതുകൊണ്ട് ഖൽബുക ലാ യുവാഫിഖു ലിസാനക, നിന്റെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന ആദർശം നിന്റെ ഖൽബിൽ കാണാനില്ലല്ലോ. ഫിഅലുക ലാ യുവാഫിഖു ഖൗലക, നിന്റെ പ്രവാക്ക് നീ ആ ഉറക്കെ പറഞ്ഞ വാചകം അത് നിന്റെ പ്രവൃത്തിയിൽ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഖുൽ, ഇന്നു മുതൽ നീ അല്ലാഹു അക്ബർ എന്ന് പറയണേ. ഇന്നു മുതൽ നീ അല്ലാഹു അക്ബർ എന്ന് പറയണേ. എങ്ങനെ? അൽഫ മറ 1000 തവണ പറയണേ. 1000 തവണയും അതേ ബിഖൽബിക, നിന്റെ ഹൃദയം കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയണേ. എനിക്കെന്റെ ശ്വാസത്തിലും അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ നടപ്പിലും അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ വസ്ത്രധാരണത്തിലും അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ കേശാലങ്കാരത്തിലും അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ കുടുംബത്തിലും അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ രാത്രിയിലും അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ പകലിലും അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ സംസാരത്തിലും അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവാണ് വലുത്, എനിക്കെന്റെ തീരുമാനങ്ങളിൽ അല്ലാഹുവാണ് വലുത്. ആ നിലക്ക് കുൽ അല്ലാഹു അക്ബർ അൽഫ മറ, നീ 1000 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറയണേ ബിഖൽബിക, നിന്റെ ഹൃദയം കൊണ്ട്. വമറതൻ ബിലിസാനിക്, 1000 തവണ ഖൽബ് കൊണ്ട് പറഞ്ഞതിനു ശേഷം 1 തവണ നാവ് കൊണ്ട് പറയണേ അല്ലാഹു അക്ബർ. അഥവാ നിലവിലെ സ്റ്റാറ്റസിൽ മാറ്റം വരുത്തണേ. ഇപ്പോൾ 1000 വട്ടം തൊള്ള കൊണ്ട് പറയുമ്പോഴും 1 വട്ടം പോലും അല്ലാഹു അക്ബർ ഖൽബിലില്ലാത്ത അവസ്ഥയാണെങ്കിൽ 1000 വട്ടം ഖൽബ് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് 1 വട്ടം നാവ് കൊണ്ട് അല്ലാഹു അക്ബർ പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മനുഷ്യ നിനക്ക് ലജ്ജയില്ലയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമേ നിനക്ക് ലജ്ജ തോന്നുന്നില്ലയോ? മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ നിനക്ക് നാണം തോന്നുന്നില്ലയോ? കാരണം വലക അൽഫു മഅബൂദിൻ ഗൈറഹു, അല്ലാഹുവിന് പുറമെ ആയിരക്കണക്കിന് കള്ളദൈവങ്ങളെ സ്വീകരിക്കുന്ന, ആയിരക്കണക്കിന് ഇലാഹുകളെ സ്വീകരിക്കുന്ന നീ മാറിയിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ? അതുകൊണ്ട് ആത്മവിചാരണ നടത്തിയിട്ട് തെറ്റുതിരുത്തിക്കോ. ആത്മവിചാരണ നടത്തി തെറ്റുതിരുത്തിയിട്ട് തുബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ജമീഇ മാ അൻത ഫീ, ഈ സെക്കൻഡ് വരെ നീ എന്തായിരുന്നു എന്നത് പ്രശ്നമല്ല. ഈ സെക്കൻഡ് മുതൽ നീ തൗബ ചെയ്ത് മടങ്ങിക്കോ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞോ, റബ്ബിനെ മാത്രം അവലംബിച്ചോ. ഇത് വളരെ കൃത്യമായി ശൈഖ് ജീലാനി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു പഠിപ്പിച്ചതുപോലെ വിശാല വിസ്തൃതമായ വാനലോകത്തെ അവൻ പഠിച്ചു തന്നു നമുക്ക് വേണ്ടി. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ, ആ ആകാശത്തെ പടച്ചു എന്ന് മാത്രമല്ല വഇന്നാ ലഹു ലമൂസിഊൻ, അതിനെ നാം ഇതാ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ ഇതാ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലയോ? വൽ അർള ഫറശ്നാഹാ, വിശാലമായ ഭൂമിയെ ഇതാ വിരിപ്പാക്കി നിങ്ങളെ വിരിച്ചു നിന്നിട്ട് ഒരു മാതാവ് തന്റെ കുഞ്ഞിന് വേണ്ടി ഒരുക്കിയ തൊട്ടിൽ സമാനം സുരക്ഷിതമായ സങ്കേതമാക്കിയില്ലയോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇണക്കമുണ്ടാക്കി, കുടുംബമുണ്ടാക്കി, ഉപ്പയെയും ഉമ്മയെയും അതുപോലെ ഇണയെയും ഒക്കെ നിങ്ങൾക്ക് സംവിധാനിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആണായി പെണ്ണായി പടച്ച് നിഅമത്ത് അല്ലാഹു ചൊരിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കേണ്ടി വന്നില്ലയോ? ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകൾക്കാണ് റബ്ബിലേക്ക് ഓടിച്ചെല്ലാൻ കഴിഞ്ഞത്? ആ റബ്ബിന്റെ അദമത്ത് മനസ്സിലാക്കി റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറാൻ കഴിഞ്ഞത്, സർവ്വതും ആ റബ്ബിൽ തവക്കുലാക്കുന്ന മനസ്സിന്റെ ഉടമകളായി മാറാൻ കഴിഞ്ഞത് പലപ്പോഴും അതിന് കഴിഞ്ഞില്ലല്ലോ. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം സ്വീകരിക്കുന്ന മനുഷ്യർ അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി അല്ലാഹു അക്ബർ പറയേണ്ടത് എങ്ങനെയെന്ന് ശൈഖ് ജീലാനി അദ്ദേഹം പോലും പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ട് പിൽക്കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താണ്?
ആളുകൾക്കിടയിൽ സംഭവിച്ചത് എന്താണ്? മുമ്പ് മഹാനായ റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ ജീവിച്ചിരുന്ന ജൂതരായ സമൂഹത്തോട് തൗഹീദിന്റെ ആശയം എപ്പോൾ മുതൽ പറയാൻ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ വളർന്നു വലുതായതിനു ശേഷമല്ല, നേരെ മറിച്ച് തൊട്ടിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ പോലും ജൂതന്മാരായ ആളുകൾ തന്റെ ഉമ്മയുടെ ചാരിത്രത്തിൽ സംശയിച്ച നേരത്ത് അത്ഭുതം വിരിയിച്ചുകൊണ്ട് തൊട്ടിലിൽ കിടന്നുകൊണ്ട് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദഅവ ആരംഭിക്കുകയാണ്, തന്റെ പ്രബോധനം ആരംഭിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ്? ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅൽനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. എവിടെ മുതലായി പറയുന്നത്? പഠിച്ചു വളർന്ന് വലുതായി പ്രായപൂർത്തിയായി അറബി കോളേജിൽ പോയി ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങി, അതേ ഫൈസിയായി, ദാരിമിയായി, അല്ലെങ്കിൽ സുലാഹിയായി, ബുസ്താനിയായി, അതല്ലെങ്കിൽ മദനിയായി, അങ്ങനെ ഇതാ അത് പറയാൻ ആരംഭിച്ച് ആ കാലഘട്ടത്തിലല്ല പറയുന്നത്, നേരെ മറിച്ച് എട്ടും പൊട്ടും തിരിയുന്നതിന് മുമ്പ് തൊട്ടിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ കൂടിയ ജനാവലിയുടെ മുന്നിൽ ആ പിഞ്ചോമന സംസാരിച്ച സംസാരമാണ് ഇന്നി അബ്ദുല്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, ആതാനിയൽ കിതാബ, എനിക്ക് വേദഗ്രന്ഥം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതേ മാത്രമല്ല വജഅലനി നബിയ്യ, അല്ലാഹു എന്നെ പ്രവാചകനായിട്ട് നിയോഗിച്ചതാണ്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിക്കുന്ന കാലമത്രയും നിസ്കരിക്കണമെന്ന്, അതുപോലെ സകാത്ത് നൽകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രത്യേകമായി വഹി നൽകിയിട്ടുണ്ട് എന്ന് തൊട്ടിലിൽ കിടക്കുന്ന പ്രായം മുതൽ അല്ലാഹുവിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ വസിയ്യത്തിനെ സംബന്ധിച്ചും ജനങ്ങളോട് ഉപദേശിച്ച മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവസാനം പിലാത്തോസിന്റെ ആ ജഡ്ജ്മെന്റിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന റോമൻ പട്ടാളം കുരിശിലേക്ക് കയറ്റിയിട്ട് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളയുന്ന സമയം മനസ്സിലാക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിയ നേരം അതിനുശേഷം ഇതാ ലോകത്ത് എന്താ സംഭവിച്ചത് നമുക്കറിയാം. നമ്മുടെ മുന്നിൽ അതേ ഈസാ നബിയോട് ദുആ ചെയ്യുന്നവരുണ്ടായി, ഈസാ നബിയുടെ കാര്യത്തിൽ അതിരുവിട്ട വർത്തമാനം പറയുന്നവരുണ്ടായി. ഈസാ ഇബ്നുല്ലാഹ്, ആ ഈസാ അല്ലാഹുവിന്റെ മോനാണെന്ന് പോലും പറയുന്നവരുണ്ടായി. ആ പറഞ്ഞവർ ഈസാ നബിയോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല, നേരെ മറിച്ച് ഈസാ നബിയോടുള്ള മഹബ്ബത്ത് കൊണ്ട് പറഞ്ഞതാണ്, ഈസാ നബിയോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. മോശമാകേണ്ട കൂട്ടുകയാണ്, ഉയർത്തുകയാണ്. എത്രത്തോളം ഉയർത്തി? അല്ലാഹുവിന്റെ മോനാണെന്ന് പോലും പറഞ്ഞു. മറിയം ബീവിയോട് ഇസ്തിഗാസ ചെയ്തു. ഏത് മറിയം ബീവി എന്ന് ചോദിച്ചാൽ മറിയം ബീവിയും ചില്ലറക്കാരിയല്ലല്ലോ. മറിയം ബീവിയോട് പോലും അല്ലാഹു പറഞ്ഞത് യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅറാഖഈൻ. ഓ മറിയം എന്ന പെണ്ണേ, ആ ബൈത്തുൽ മുഖദ്ദസിലെ ഫലസ്തീനിലെ പള്ളിയില് ആണുങ്ങൾ പുരുഷന്മാരവിടെ നിസ്കരിക്കുമ്പോ പെണ്ണാണെന്ന് പറഞ്ഞ് നിസ്കരിക്കാതെ നീ മാറി നിൽക്കരുത്, നേരെ മറിച്ച് അവരുടെ കൂടെ മറിയമേ നീയും നിസ്കരിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് കൽപ്പിക്കാൻ കാരണം ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം താമസിച്ചതുപോലും ജീവിച്ചതുപോലും അല്ലാഹുവിന്റെ ഭവനത്തിലാണ്, പള്ളിയിലാണ്. ആ പള്ളിയിൽ അവർ കഴിയുന്ന സമയത്ത്, ആ മെഹ്റാബിൽ അദ്ദേഹം അവർ കഴിയുന്ന സമയത്ത്, അവർക്കായി ഒരുക്കപ്പെട്ട മെഹ്റാബിൽ അവർ കഴിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടേക്ക് കടന്നു ചെല്ലുമ്പോ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. ആ മഹാനായ അതേ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുക്കൽ ചെല്ലുമ്പോഴൊക്കെ അവിടെ ലഭിക്കാത്ത തരത്തിലുള്ള ഫുഡുകൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഫുഡായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, മറിയം ബീവി കഴിച്ചുകൊണ്ടിരിക്കുന്നു. സക്കരിയ നബി അത്ഭുതപ്പെടുന്നു, അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു അന്നാലകി ഹാദാ, എവിടുന്നാണ് മോളെ നിനക്ക് ഇത് കിട്ടുന്നത്? ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്ത ഈ ഫ്രൂട്ടുകൾ എവിടുന്നാ നിനക്ക് ലഭിക്കുന്നത് എന്ന് സക്കരിയ നബി ചോദിക്കുമ്പോ മഹദി പറയുന്നു ഖാലത് മിൻ ഇൻദില്ലാഹ്, ഇത് ഖറാ
കറാമത്ത് വഴി കിട്ടുന്നതാണ്, ഇത് അള്ളാഹ് തരുന്നതാണ്, ഇത് കറാമത്താണെന്ന് പറയുമ്പോ അതേ മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം കറാമത്തുള്ള ബീവിയാണെന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട് പറഞ്ഞ ആ ബീവി അത് മുനമ്പത്തെ ബീവിയെ പോലല്ല, ഒരു പേരും അറിയാത്ത ബീവിയല്ല, വലിയത്താണോ അല്ലേ എന്നറിയാത്ത ആളല്ല, മുസ്ലിമാണോ എന്ന് പോലും അറിയാത്ത സാഹചര്യമല്ല. നേരെ മറിച്ച് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ് അവർ വലിയത്താണെന്നതിന്റെ സാക്ഷി, ഖുർആനാണ് അവർക്ക് കറാമത്തുണ്ട് എന്നതിന്റെ സാക്ഷി. അങ്ങനെ കറാമത്തുള്ള വലിയത്തായ മറിയം ബീവിയോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ വിളിച്ചു ദുആ ചെയ്യുകയാണ്, ഇസ്തിഗാസ ചെയ്യുകയാണ്. അതേ അവരിലേക്ക് ഇതാ മനസ്സർപ്പിച്ചുകൊണ്ട് ഓടിച്ചെല്ലുകയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ ഖുർആനിലൂടെ പറഞ്ഞത്, ആ ഈസാ നബി നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമുണ്ട്, അത് നേരിട്ടുവെന്നും നേരിടാനുള്ളതാണെന്നും ഒക്കെ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഏതായിരുന്നാലും ആ ചോദ്യം എന്താണ്? അഅന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഓ ഈസാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എന്റെ ഉമ്മയെയും അല്ലാഹുവിന് പുറമെയുള്ള ഇലാഹാക്കാൻ, അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യരാക്കാൻ, അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികളായി സ്വീകരിക്കാൻ നീയാണോ ജനങ്ങളോട് പറഞ്ഞതെന്ന് ഈസാ നബിയോട് ചോദിക്കുമ്പോ ഈസാ നബി പറയുന്ന മറുപടി ഉണ്ടല്ലോ. എന്താ ഈസാ നബി പറയുന്നത്? ഒരിക്കലും അല്ലാഹ് ഞാനത് പറഞ്ഞിട്ടില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ലഖദ് അലിംത, നീ അത് അറിയുമല്ലോ, ഞാൻ പറഞ്ഞത് നീ അറിയുമല്ലോ. അല്ലാഹുവേ ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. നിന്റെ തൗഹീദല്ലാതെ, ഏകത്വമല്ലാതെ എന്നെ വിളിക്കാനോ എന്നോട് തേടാനോ ഞാൻ ജനങ്ങളോട് പറയില്ല. അല്ലാഹ് എന്റെ ഉമ്മയോട് തേടാൻ, എന്റെ ഉമ്മയിലാകാൻ ഞാൻ ഒരിക്കലും ആരോടും പറയില്ല. അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയുമായിരുന്നല്ലോ അല്ലാഹ് എന്ന് ഈസാ നബി പറയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചുവെങ്കിൽ നീ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വിഷയത്തിൽ പോലും നുണ പറയുന്നവനായി മാറി എന്ന് പഠിപ്പിച്ച് അതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലൂ, അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലൂ എന്ന് പഠിപ്പിച്ച ശൈഖ് ജീലാനി അദ്ദേഹത്തോട് പോലും ദുആ ചെയ്യുന്നവരായി പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നവർ മാറിപ്പോകുന്ന കാഴ്ച നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ഖുതുബിയ്യത്ത് ഓതുന്ന ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം ഈ തൗഹീദ് അവർക്ക് കേൾക്കാൻ നേരമില്ല. ന്യായം പറയുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. ആ ചോദ്യം ചോദിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നത് വാദപ്രതിവാദത്തിനുണ്ടോ എന്നാണ്. എന്തിനാണോ വാദപ്രതിവാദം? അല്ല അല്ലാഹു മാത്രം പോരെ എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോ ആ വിഷയത്തിൽ ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന് പറയുമ്പോ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോ അത് സമർത്ഥിക്കാൻ ഏതെങ്കിലും വഹാബി വാദപ്രതിവാദത്തിന് വരാനുണ്ടോ എന്ന് ചോദിക്കുന്നത് നാട്ടിലെ അമുസ്ലിമീങ്ങളല്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾ പോലും തൗഹീദിന്റെ വിഷയത്തിൽ ഇത്രമാത്രം വീഴ്ച വരുത്താൻ കാരണം എന്തെന്നറിയുമോ? അതേ തൗഹീദിന് പുറമെ പലതും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിപ്പിച്ചു കൊടുത്ത സംഗതികളിൽ പെട്ടതാണ് ألفا بخلبته أزما بهمته شرما ليفوته أجبته مسرعا من أجل دعوته فليدع يا عبد القادر محي الدين. ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, ശൈഖ് ജീലാനി നേരത്തെ പറഞ്ഞത് 1000 വട്ടം നിന്റെ കൽബ് കൊണ്ട് അല്ലാഹു അക്ബർ പറയണേ എന്നല്ലേ. എന്നാൽ നാം പഠിപ്പിക്കപ്പെട്ടത് എങ്ങനെയെന്നറിയോ? 1000 വട്ടം അല്ലാഹു അക്ബർ കൽബ് കൊണ്ട് പറയൂ എന്നല്ല. നേരെ മറിച്ച് 1000 വട്ടം. അതെ, എന്റെ പേര് വിളിച്ചാൽ, എന്നെ വിളിച്ചാൽ എങ്ങനെ വിളിക്കണം?
നല്ല ഉറപ്പോടെ വളരെ ഗൗരവത്തോടെ വിളിക്കണം, വിനയത്തോടെ വിളിക്കണം. അങ്ങനെ 1000 വട്ടം ബിഖൽവത്തിഹി ഒറ്റക്കിരുന്നു കൊണ്ട് 1000 വട്ടം എന്നെ വിളിച്ചാൽ മുസ്രിഅൻ അവന്റെ വിളിക്ക് ഞാൻ വേഗത്തിൽ ഉത്തരം നൽകും, അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ എന്നവർ വിളിക്കട്ടെ, അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീൻ എന്നവർ വിളിക്കട്ടെ. അങ്ങനെ അവർ വിളിച്ച് എന്നോട് തേടിയാൽ 1000 വട്ടം വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണെന്ന് ജീലാനി പറഞ്ഞു എന്ന് പറയപ്പെട്ടിട്ട് ഇതാ ആളുകൾ അദ്ദേഹത്തോട് തേടുകയാണ്. ആരോട്? ആ ശൈഖിനോട് തേടുകയാണ്. എന്നിട്ട് എന്തേ പറയുന്നത്? എന്നെ നിങ്ങളുടെ മുരീദായി സ്വീകരിക്കണേ, കാരണം എന്റെ മുറാദ് നിങ്ങളാണ്, എന്റെ മുറാദ് എന്റെ ലക്ഷ്യം നിങ്ങളാണ്. എന്നിട്ട് അവർ പാടുകയാണ് മുറാദിയ മുറാദിയ മുറാദി മുറാദി ശൈഖ് മുഹയ്യിദ്ദീൻ മുറാദി. പാതിരാത്രികളിൽ ലൈറ്റണച്ചിരുന്നു കൊണ്ട് ഉമ്മത്ത് പറയാണ് എന്റെ മുറാദ്, എന്റെ ലക്ഷ്യം ശൈഖ് മുഹയ്യിദ്ദീനാണ്, മുഹയ്യിദ്ദീൻ ശൈഖാണ്. അഥവാ 561 മരിച്ചുപോയ മനുഷ്യനാണ് എന്ന് മാത്രമല്ല അവർ പറയാണ് എന്നെ നിങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിൽ എണ്ണണേ, എന്നെ മുരീദായി എണ്ണണേ. നിങ്ങൾ നിരന്തരമായി ഒരിക്കലും ഒഴിവാക്കാത്ത ദാസനായ അടിമയായി എന്നെ സ്വീകരിക്കണേ. മാത്രമല്ല ബസ്ർ ഫുആദി സിറാതൻ അംദ സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅംദ മാലികുഹു. എന്റെ ഹൃദയത്തിൽ വെളിച്ചം തരണേ ശൈഖേ, ആ യഥാർത്ഥമായ സാലിക്കായി ആ വഴിയിലേക്ക് എന്നെ ചേർക്കണേ ശൈഖേ. ഫല്ലാഹു അഅതാകഹു, അത് മുഴുവനും അല്ലാഹു താങ്കൾക്ക് തന്നതാണ്. റബ്ബത് അല്ലാഹു നിങ്ങൾക്ക് തന്നതാണ്. ഇപ്പോൾ അതിന്റെ മാലിക് നിങ്ങളായി മാറിയിരിക്കുന്നു. അഥവാ ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്നതാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ പണ്ട് ഇതാ തുണി കൊടുക്കാതെ മക്കയിലെ മുശ്രിക്കുകളായ ആളുകള് വിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യാൻ അവർ വരുമായിരുന്നല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയ കാലഘട്ടത്തിലും അവരിങ്ങനെ തുണി കൊടുക്കാതെ പരിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന നേരത്ത് ആ കാലഘട്ടത്തിലെ ജാഹിലിയ്യത്തിലെ മുശ്രിക്കുകളായ ആളുകൾ അവരിങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഒരു തൽബിയത്ത് ചൊല്ലിയതായി ഇമാം മുസ്ലിം തന്നെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. എന്താണ് ആ തൽബിയത്ത് എന്നറിയുമോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വന്നതാണ്. ആരാണ് ഈ പറയുന്നത്? അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന മുശ്രിക്കുകളാണ്, ശിർക്ക് ചെയ്യുന്നവരാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ച ആളുകളാണ് തവാഫ് ചെയ്യാൻ വന്നിരിക്കുന്നത്. പക്ഷേ അവര് പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് കൂറുകാരില്ല അല്ലാഹ്. ഇതിങ്ങനെ അവർ പറയുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി അവരുടെ ഇടയിലേക്ക് ചാടിയിട്ട് പറയും ഖദിൻ ഖദിൻ ഖദിൻ, മതി മതി മതി, ബാക്കി നിങ്ങൾ പറയല്ലേ എന്ന് പറയും. പക്ഷേ മുഹമ്മദ് നബി ഇവർ തട്ടിമാറ്റി ഒരു ബാക്കി പറയുമായിരുന്നു. എന്തേ പറയുന്നത്? ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക. ഒരു കൂറുകാരനൊഴികെ, ആ കൂറുകാരന്റെ പ്രത്യേകത, ആ കൂറുകാരനെ നീയാണ് അധീനമാക്കിയിട്ടുള്ളത്. ആ കൂറുകാരനെ അത് നീ അധീനമാക്കിയെന്ന് മാത്രമല്ല, ആ കൂറുകാരൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ കൊടുത്തതാണ്. തംലികുഹു വമാ മലക. ആ കൂറുകാരനെയും ആ കൂറുകാരന്റെ കയ്യിലുള്ള സർവ്വതിനെയും നീ ഇതാ ഉടമപ്പെടുത്തിയിട്ടുണ്ട് അല്ലാഹ്, നീ കൊടുത്തതാണ് അല്ലാഹ്. ഇതിന് സമാനമായി തന്നെ പറയാണ് ഫല്ലാഹു അഅതാകഹു ഫഅംദ മാലികുഹു. അല്ലാഹ് നിങ്ങൾക്ക് തന്നതാണല്ലോ ശൈഖേ. അതുകൊണ്ട് വനജിഹി മില്ലല്ലാഹ് ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹയ്യിദ്ദീൻ.
നരകത്തിലെ ലളയുന്ന കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ശൈഖേ. ആളെ നശിപ്പിക്കുന്ന സർവ്വതനെയും നശിപ്പിക്കുന്ന ലളയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ. ആരോടായി തേടുന്നത്? സുൽത്താന കുല്ലി വലി സർവ വലികളുടെയും നേതാവായ സുൽത്താനായ മുഹീദ്ദീൻ എന്നവരെ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് വിളിക്കുകയാണ്. അവരോട് തേടുകയാണ്, അവരോട് ദുആ ചെയ്യുകയാണ്. ശൈഖ് ജീലാനി ഇത് അംഗീകരിച്ചതാണോ? അദ്ദേഹം ഇത് അറിഞ്ഞതാണോ? അദ്ദേഹം ഇത് പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് പിൽക്കാലഘട്ടത്തിൽ പല ത്വരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ആളുകള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ഈ പിഴച്ച ആദർശം സ്വീകരിക്കുകയാണ്. ആ രൂപത്തിൽ അവർ ജീവിച്ചു പോവുകയാണ്. മുൻകാലഘട്ടങ്ങളിൽ അതേ മുഹീദ്ദീൻ ശൈഖിനെ പോലെയുള്ള ഒരൽപ്പമൊക്കെ പേരോ പ്രശസ്തിയോ ഉള്ള ഉലമാക്കളായ ആളുകളാണെങ്കിൽ ഇപ്പോൾ അതും മാറിയിട്ട് അവസാനം നമ്മുടെ ഇടയിൽ 33 കൊല്ലം മുമ്പ് കോഴിക്കോടിന്റെ മണ്ണിൽ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ വിളിച്ചിട്ടാണ് പിൽക്കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളവരെ തേടുന്നത്. അവരെന്താ തേടുന്നത്? ശൈഖി വസീലതി സനദി വ മുർശിദി സിയം വലിയല്ലാഹി സയ്യിദനാ ഉർനാ മൻജാനാ. വളരെ ഈണത്തിൽ അവർ ചെല്ലുകയാണ്, തേടുകയാണ്. എന്താ അവർ പറയുന്നത്? ആരോടാ പറയുന്നത്? സി എമ്മിനോടാണ്, സി എം വലിയുള്ളയോടാണ്, അവരോടാണ് തേടുന്നത്. സനദീവ മുർശിദി സി എം വലിയല്ലാഹി സയ്യിദന ഉർനാ മൻജാനാ. ഓ സി എം എന്നവരെ, ഞങ്ങളെ നോക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. നൂറൽ അൻവാരിയ ഖുതുബൽ ആലമീന സി എം വലിയല്ലാഹി സയ്യിദന നബ്ബിർ ഖുലൂബനാ. ഓ സി എം, ഞങ്ങളുടെ കൽബകത്തെ പ്രകാശപൂരിതമാക്കണേ. آميس في العمق بحر الحقائق سيم ولي الله سيدنا حصل مرادنا. ഓ സി എം എന്നവരെ, ഞങ്ങളുടെ മുറാദുകളെ താങ്കൾ ഹാസിലാക്കി തരണേ. നമ്മൾ കൊണ്ട് വസിയത്ത് ചെയ്യാറില്ല ഉസ്താദുമാരോട്? അതെ, ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാകാൻ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണമെന്ന് പറയാറില്ലേ? ഇതുപോലെ ഉസ്താദുമാർ എഴുതി കൊടുക്കുകയാണ്, നിങ്ങൾ പാടിക്കോ. ബഹരിൽ ഹഖായിഖി സിയം വലിയല്ലാഹി സയ്യിദന ഹസിൽ മുറാദനാ. ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കി തരണേ മുഹീദ്ദീൻ ശൈഖേ. അതുകൊണ്ട് ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കി തരണേ. സി എം മടവൂരെ. അവിടെയും തീരുന്നില്ല. മുൻജിൽ ഹാലികീന ഹാദിസാലികീന സി എം വലിയല്ലാഹി സയ്യിദന സക്കി ഖുലൂബനാ. ഹാലികീങ്ങളെ നശിപ്പിക്കുന്നവരായ, സാലികീങ്ങളെ ഹിദായത്തിലാക്കുന്നവരായ സി എം മടവൂരെ, ഞങ്ങളുടെ കൽബുകളെ പരിശുദ്ധമാക്കണേ, ശുദ്ധിയാക്കണേ. ഇല്ലം കുല്ലന മല്ലന മൗലാന സി എം വലിയല്ലാഹി സയ്യിദന ഖുദ്നാ യാ മൗലാന. ഓ മുസ്ലിമായ മനുഷ്യ, ഇത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാതൊരു മുഅ്മിനിന് കഴിയോ? 33 കൊല്ലം മുമ്പ് കോഴിക്കോട്ടത്തെ മടവൂരെന്ന ഗ്രാമത്തിൽ ജീവിച്ച് മരിച്ച അവസാനം അസുഖം ബാധിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സാധുവായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് സുഖമില്ലാതായി എന്നാണ്, സ്ഥിരബോധം നഷ്ടപ്പെട്ടു എന്നാണ്. ഒരുപക്ഷെ അല്ലാഹുവിന്റെ മുന്നിൽ അദ്ദേഹം കുറ്റക്കാരനായി കൊള്ളണമെന്നില്ല. എന്നാൽ ആ മനുഷ്യൻ സ്ഥിരബോധമില്ലാതെ ജീവിച്ച് മരിച്ചതിനു ശേഷം പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾ അതേ തൗഹീദിന്റെ സരണിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പറയാണ്, സി എം മടവൂര് മരിച്ചുപോയ സി എം മടവൂരിനെ വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത്? ഇല്ലം കുല്ലന മല്ലന മൗലാന. നീ ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷകനില്ല സി എം, ഞങ്ങൾക്ക് രക്ഷകനില്ല സി എം. ഇല്ലം കുല്ലന, നിങ്ങൾ ഞങ്ങൾക്കില്ലെങ്കിൽ മല്ലന മൗലാന, ഞങ്ങൾക്ക് ആരാണ് രക്ഷകനായിട്ടുള്ളത്? ആരോടെ ഈ പറയുന്നത്? പടച്ചവനോടല്ലോ, അള്ളാഹിനോടല്ല. അല്ലാഹ്, നീ ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആരുമില്ലെന്നല്ല, നേരെ മറിച്ച് ഇല്ലം കുല്ലന മല്ലന മൗലാന സി എം വലിയല്ലാഹി. ഓ സി എം എന്നവരെ, നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു രക്ഷകനുമില്ല. സയ്യിദന ഖുദ്നാ യാ മൗലാന.
ഞങ്ങളുടെ യജമാനരെ ഞങ്ങളെ പിടിച്ച് രക്ഷപ്പെടുത്തണേ. വശ്ഫീന വശ്ഫീമാ റമാനാ യാ ഔസന സിയം വലിയല്ലാഹി സയ്യിദന വശ്ഫീ സുദൂറന. ഞങ്ങൾക്ക് രോഗശമനം നൽകണേ സിയം മടവൂരേ. രോഗം ബാധിച്ചു മരിച്ചുപോയ ആളാണ് സാധു. അദ്ദേഹത്തോട് പറയാണ് വശ്ഫിന, ഞങ്ങൾക്ക് ശിഫ നൽകണേ. വശ്ഫി മറദാന, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണേ. യാ ഔസന, ഞങ്ങളുടെ സഹായിയെ. ആരോടാ? സിയം വലിയല്ലാഹി, ഓ സിയം എന്നവരെ. സയ്യിദന, ഞങ്ങളുടെ യജമാനരെ. വശ്ഫി സുദൂറന, ഞങ്ങളുടെ ഹൃദയത്തെ ബാധിച്ച രോഗങ്ങളും ഞങ്ങൾക്ക് വീട്ടിത്തരണേ, നീക്കിത്തരണേ. ഹബിലന ഇസ്സതൻ ഇഫ്ഫതൻ സിഹ്ഹതൻ സിയം വലിയല്ലാഹി സയ്യിദന വഖദി ദുയൂനന. ഞങ്ങൾക്ക് ഇസ്സത്ത് തരണേ, സിഹ്ഹത്ത് തരണേ, ആരോഗ്യം തരണേ, ശക്തി തരണേ. സിയം എന്നവരെ. വഖദി ദുയൂനന, ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ. ഇങ്ങനെ തുടങ്ങിയിട്ട് നിരന്തരമായ തേട്ടം ഇങ്ങനെ നടത്തുകയാണ്. ആരോട്? സിയം മടവൂരിനോട്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, ആരാണ് അല്ലാഹുവിനെ കുറിച്ച് പറയേണ്ടവർ, അല്ലാഹുവിലേക്ക് തിരിയേണ്ടവർ, അല്ലാഹുവിലേക്ക് കൽബ് ചേർത്ത് വെക്കേണ്ടവർ, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന് പറയേണ്ടവർ. ആ പറയേണ്ട അവസ്ഥയിൽ നിന്ന് തെന്നിപ്പോവുകയാണ്, അല്ലാഹുമായുള്ള ബന്ധം വിട്ടുപോവുകയാണ്. കാരണം റബ്ബുമായുള്ള ബന്ധം തന്നെ നിലനിൽക്കുന്നത് ദുആയിലാണതല്ലേ റബ്ബ് പറഞ്ഞത്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പറയുക നബിയേ, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ നിങ്ങൾ അല്ലാഹ് പരിഗണിക്കില്ല എന്ന് പറഞ്ഞേക്ക് നബിയേ. നിന്നെ റബ്ബ് പരിഗണിക്കണമെങ്കിൽ നിന്റെ ദുആ കൊണ്ടാണ് അല്ലാഹു പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞേക്ക് നബിയേ. അതുകൊണ്ടല്ലേ ദുആ എന്നുള്ളത് അത് ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ടത്, ഇബാദത്തായി പറയപ്പെട്ടത്. അതുകൊണ്ടല്ലേ തഴവ പോലും പച്ച മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്. എന്തേ പറഞ്ഞത്? പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവര് പറയുന്നു നബിയിൽ നിന്ന്. അത് മാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. പ്രാർത്ഥന എന്നത് ഇബാദത്താണ് ഹബീബേ എന്ന് നുഅ്മാൻ ഇബ്നു ബശീറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത്. അതേ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി എന്ന് പറയുന്ന കേരളക്കരയിൽ സുപരിചിതനായ അതേ ദക്ഷിണ ലോകത്തിൽ ദക്ഷിണ കേരളത്തിൽ ജീവിച്ച പണ്ഡിതനാണ്. പച്ച മലയാളത്തിലാണ് പ്രാർത്ഥന അത് ഇബാദത്താണ്. അത് അല്ലാഹുവല്ലാതെ റബ്ബിനല്ലാതെ ഒരു പടപ്പിലേക്കും തിരിക്കാൻ പാടുള്ളതല്ല. അതുമാത്രമല്ല ഇബാദത്തിനത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വെച്ചാൽ, ഹദീസുകൾ വെച്ച് പരിശോധിച്ചാൽ ഏതൊരു ഇബാദത്തിന്റെയും മജ്ജയാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ റബ്ബിലേക്ക് ദുആ കൊണ്ടാണ് അടിക്കേണ്ടത്. അതല്ലേ റബ്ബ് പറഞ്ഞത്, മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി. അല്ലാഹുവിനോട് ചോദിക്കാത്തവനോട് അല്ലാഹ് കോപിക്കുന്നതാണ്. അല്ലാഹ് സൃഷ്ടികളെ പോലല്ലോ. ഒരു സൃഷ്ടിയോട് ഒരു വട്ടം ചോദിക്കാം, 2 വട്ടം ചോദിക്കാം, 3 വട്ടം ചോദിക്കാം. 4ാമത് വട്ടം അയാളോട് ചോദിച്ചാൽ അയാൾക്കത് ഇഷ്ടപ്പെടുന്നതല്ല. ഒരു പക്ഷെ അദ്ദേഹം കാണാൻ പോലും ആഗ്രഹിക്കാതെ മാറിപ്പോകുമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് എത്ര തവണ എപ്പോഴും എങ്ങനെയും ചോദിച്ചോ, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല എന്താവശ്യമാണെങ്കിലും ഞാൻ എവിടെ പോകും, മമ്പുറത്ത് പോകണോ, അതല്ല മുനമ്പത്ത് പോകണോ, എർവാടിയിൽ പോകണോ, അവിടെ പോകണോ, ഇവിടെ പോകണോ എന്ന് ആലോചിച്ച് അതേ തലമുണ്ണാക്കേണ്ടതില്ല. തഴവ തന്നെ പറഞ്ഞത് എന്താണ്? ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതില് മുട്ടടം മടിക്കണ്ട. ജീവിതത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും നിനക്ക് മുട്ടാനൊരു വാതിലുണ്ട്. അത് റബ്ബുൽ ആലമീന്റെ വാതിലാണ്, മാലിക്കുൽ മുലൂക്കിന്റെ വാതിലാണ്, റസ്സാഖായവന്റെ വാതിലാണ്, ഹന്നാനും മന്നാനുമായ അല്ലാഹുവിന്റെ വാതിലാണ്, ലത്തീഫായ റബ്ബിന്റെ വാതിലാണ്, വദൂദായ അങ്ങേറ്റം സ്നേഹിക്കുന്ന റബ്ബിന്റെ വാതിലാണ്, റഊഫായ അങ്ങേറ്റം കൃപയുള്ള അല്ലാഹുവിന്റെ വാതിലാണ്, റഹീമായ പ്രത്യേകം കരുണ ചെയ്യുന്ന റബ്ബിന്റെ വാതിലാണ്, റഹ്മാനായ അങ്ങേറ്റം കരുണ ചൊരിയുന്ന റബ്ബിന്റെ വാതിലാണ്. അതാണ്
പറഞ്ഞത് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതില് മുട്ടണം അടിക്കണ്ട, തുറക്കുന്നതാണത് സോദരാവിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. അള്ളാഹു കളവ് പറയുന്നവനല്ലോ, കളവ് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ വാഗ്ദാനം പാലിക്കുന്നവനാണ്. ആ വാഗ്ദാനം പാലിക്കുന്ന റബ്ബ് അവന്റെ കലാമിലൂടെ വഅദ ചെയ്തതാണ്. എന്ത്? തുറക്കുന്നതാണ് അത് സോദരാവിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നോക്കിയാലും സൂറത്തുൽ മുഅ്മിൻ നോക്കിയാലും അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞില്ലേ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഓ നബിയേ, എന്റെ ദാസൻ എന്നെ കുറിച്ച് ചോദിച്ചാൽ നിസ്സംശയം സഡൻ ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണെന്ന ഇൽമാണ്, അറിവാണ്. ഞാൻ ഖരീബാണ്, സമീപസ്ഥനാണെന്ന ഇൽമാണ്, അറിവാണ് അവന് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനവർ ന്യായം പറയുന്നത് ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇത് അല്ലാഹുവിനോട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാനുള്ള ഏജന്റുമാരാണ് എന്നാണ് അവരിതിനെ ന്യായം പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളിൽ നിന്ന് അകന്ന അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ഇടയാളന്മാരാണ് ഇവരെന്നാണ് അവർ ന്യായം പറയുന്നത്. എന്നാൽ ആ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട മനുഷ്യർക്ക് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് പറഞ്ഞു പഠിപ്പിക്കണേ, ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. സമീപസ്ഥനാണെന്ന് പറയുമ്പോ എത്രത്തോളം, അതും ഖുർആൻ മറ്റൊരായത്തിൽ പറഞ്ഞു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ ബരീദ്, അവന്റെ ജീവന്റെ നാടി ഉണ്ടല്ലോ, ജീവനാടി, ആ ജീവനാടി മുറിച്ചാൽ പിന്നെ ജീവിക്കാൻ അവന് കഴിയില്ലല്ലോ. അവന്റെ ജീവനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ജീവനാടിയേക്കാൾ അവനിലേക്ക് അടുത്തവനാണ് ഞാനെന്നവർക്ക് പറഞ്ഞു കൊടുക്കണേ റസൂലേ. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും തേടാനുണ്ടെങ്കിൽ, അതേ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, തേടുന്നവരുടെ തേട്ടങ്ങൾക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. അതേ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനാണ് ഞാൻ, പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവനാണ് ഞാൻ, ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ് ഞാനെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക നബിയേ എന്ന് ഖുർആൻ ഒരു ഭാഗത്ത് പറയുമ്പോ മറ്റൊരു ഭാഗത്ത് അത് പറയുന്നത് വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്റെ ദാസനും എന്റെ സമൂഹമേ, ജനങ്ങളെ, നിങ്ങൾ റബ്ബിന്റെ വിളംബരമാണ്, അല്ലാഹു വിളംബരം ചെയ്യുന്നതാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആഇന് അല്ലാഹു ഞാൻ ഉത്തരം തരുമെന്നത് അല്ലാഹുവിന്റെ വിളംബരമാണ്. ഇത് ഖുർആൻ ആവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ആവശ്യമാണെങ്കിലും, ആവശ്യങ്ങൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് മാത്രമാക്കണേ, തേടണേ എന്ന് മാത്രമല്ല, ആ മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുന്നത് ആവശ്യം എന്തെങ്കിലും കുഴയുണ്ടെന്ന് മാത്രമല്ല, തേടുന്ന നേരത്ത് നിങ്ങൾ തേടേണ്ടത് എങ്ങനെയായിരിക്കണം, ഏതവസ്ഥയിലായിരിക്കണം എന്ന് പോലും വിശദീകരിക്കപ്പെട്ടു. അതെങ്ങനെയാണ്? ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. റഹ്മാനായ റബ്ബേ, നീ കൈവിട്ടാൽ വേറെ എനിക്ക് ആരുമില്ല എന്ന മനസ്സോടെ വേണം അല്ലാഹുവിനോട് തേടാൻ. നേരത്തെ പറഞ്ഞില്ലേ ആരോട്? സിഎം മടവൂരിനോട് പറഞ്ഞില്ലേ, ഇല്ലം തകുല്ലന മല്ലന മൗലാന സിഎം വലി അല്ലാഹി സയ്യിദന സക്കി ഖുലൂബന. അത് സിഎം മടവൂരിനോട് പറയേണ്ട വാക്കല്ല, സിഎം മടവൂരിനോട് പറയേണ്ട വാചകമല്ല. നീ കൈവിട്ടാൽ വേറെ ആരുമില്ല എന്ന് പറയേണ്ടത് റബ്ബിനോടാണ്. അതെ, ആ റഹ്മാനായ റബ്ബിനോട് തേടുന്ന നേരത്ത് ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ട മനസ്സ് ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. അതും തഴവ തന്നെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ആരും എനിക്കില്ല നീയല്ലാതെ എന്നെ സഹായിക്കാൻ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, എന്നെ കാത്തുരക്ഷിക്കാൻ, ഖബറിൽ എന്നെ വിജയിപ്പിക്കാൻ, നാളെ സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ, എന്റെ ജീവിതത്തിൽ ആരോഗ്യം തരാൻ, എന്റെ മക്കളെ സംരക്ഷിക്കാൻ, അല്ലാഹുവേ എന്നെ സമ്പന്നനാക്കാൻ, അല്ലാഹുവേ എന്നെ ദരിദ്രനാക്കാൻ
നടപ്പിലാക്കാൻ, അല്ലാഹുവേ എനിക്ക് നഷ്ടം തരാൻ, അല്ലാഹുവേ എനിക്ക് ലാഭം തരാൻ നീയല്ലാതെ വേറെ ആരുമില്ല റബ്ബേ. എന്റെ ആവശ്യം നിറവേറ്റി ദുആക്ക് ഉത്തരം നൽകാൻ നീയല്ലാതെ ആരുമില്ല എന്ന മനസ്സോടെ റബ്ബിലേക്ക് തേടുമ്പോ ചിലപ്പോ തോന്നിയേക്കാം, ഞാൻ പാപിയായി പോയല്ലോ, ദോഷിയായി പോയല്ലോ. പാപിയായ ഞാൻ റബ്ബിലേക്ക് ഓടിച്ചെന്നാൽ അല്ലാഹു സ്വീകരിക്കുമോ? ദോഷിയായ ഞാൻ അല്ലാഹുവിലേക്ക് ഓടിച്ചെന്നാൽ അല്ലാഹു സ്വീകരിക്കോ? അവിടെയും മറുപടി വന്നുപോയി, റബ്ബിന്റെ മറുപടി വന്നുപോയി. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയോ. കൂമ്പാരമായൊരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ പോലും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാണ് നിന്റേത്. അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചു പറഞ്ഞത്, ഓ നബിയെ കുൽ, അങ്ങ് വിളിച്ചു പറഞ്ഞേക്ക് നബിയെ. ആരോടാ പറയേണ്ടത്? മുത്തഖീങ്ങളോടല്ല, മുസ്ലിഹീങ്ങളോടല്ല. നേരെ മറിച്ച് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്ത മഹാപാപികളായ മനുഷ്യരോട്, കുറ്റവാളികളായ മനുഷ്യരോട്, മഹാപാപികളായ എന്റെ ദാസന്മാരോട് അങ്ങ് പറഞ്ഞേക്ക് നബിയെ, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവണ്ട. നിങ്ങൾ മടങ്ങാൻ ഒരുക്കമാണെങ്കിൽ, നിങ്ങളെ കഴുകി വൃത്തിയാക്കാൻ അല്ലാഹു ഒരുക്കമാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു വരാൻ ഒരുക്കമാണെങ്കിൽ, നിങ്ങളെ സ്വീകരിക്കാൻ റബ്ബുൽ ആലമീൻ ഒരുക്കമാണ്. ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവണ്ട എന്ന് മഹാപാപികളായ എന്റെ ദാസന്മാരോട് പറഞ്ഞേക്ക് നബിയെ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സകല മേഖലകളിലും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ നെഞ്ചേറ്റാൻ കഴിയണം, ഖൽബിൽ അല്ലാഹുവിനെ കുടിയിരുത്താൻ കഴിയണം, അല്ലാഹുവിന് പുറമെയുള്ള സർവ്വശക്തികളെയും ഖൽബിൽ നിന്ന് പറിച്ചറിയാൻ കഴിയണം. അതല്ലേ അമ്പിയാക്കൾ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ കടന്നു വന്നുകൊണ്ട് നിർവഹിച്ച ദൗത്യം. ഖുർആൻ പറഞ്ഞില്ലേ, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അഷ്ടദിക്കുകളിലേക്ക്, ജനവാസമുള്ള സർവ്വമേഖലകളിലേക്കും എല്ലാ സമൂഹത്തിലേക്കും നാം പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാർ സമൂഹത്തോട് പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണേ എന്നാണ്. എന്ന് മാത്രമല്ല, അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. അതെന്താണ്? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് പുറമെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുടിയിരുത്തിയ സർവ്വ താഗൂത്തുകളെയും, അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, അല്ലാഹുവിന് പുറമെ നിങ്ങൾ സർവ്വനിലക്കും ആശ്രയിക്കുന്ന, നിങ്ങൾ ആ സർവ്വനിലക്കും അവലംബമാക്കുന്ന ഏതെല്ലാം ശക്തികളുണ്ടോ, ഏതെല്ലാം വ്യക്തികളുണ്ടോ, അതിനെ മുഴുവനും നിങ്ങൾ ഒഴിവാക്കണേ എന്ന് പറയാതെ ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരൊന്നും കഴിഞ്ഞുപോയില്ലെന്ന് ഖുർആൻ പറയുമ്പോ, ആ തൗഹീദിന്റെ പ്രോജ്വലമായ ആദർശത്തെ നെഞ്ചിലേക്ക് എത്താൻ കഴിയണം. എത്രത്തോളം എന്നറിയുമോ? ഈ ലോകത്ത് അല്ലാഹു തന്ന ശ്വാസം അത് പൂർണ്ണമായി ശ്വസിച്ച് അവസാനം ഓരോ ശ്വാസവും അവസാനിച്ച് ഒരു പകലിൽ 12,000 വട്ടവും ഒരു രാത്രിയിൽ 12,000 വട്ടവും അങ്ങനെ രാപ്പകലുകളിൽ 24,000 വട്ടമായി അല്ലാഹു അളന്നു തന്ന ശ്വാസം ശ്വസിച്ച് അവസാനം ഒരു ശ്വാസം മാത്രം ബാക്കി നിൽക്കുന്ന സമയമുണ്ടാകും. ശ്വാസത്തിന്റെ റേഷൻ തീർന്നു പോയിട്ട് അവസാനമായും ഒരു ശ്വാസം കൂടി നിനക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് രേഖപ്പെടുത്തി വെച്ച അവസാന ശ്വാസമുണ്ടല്ലോ, ആ അവസാന ശ്വാസം മക്കൾക്ക് വേണ്ടിയുള്ള ശ്വാസമല്ല, ആ അവസാന ശ്വാസം ഉപ്പക്ക് വേണ്ടിയുള്ള ശ്വാസമല്ല, ഉമ്മക്ക് വേണ്ടിയുള്ള ശ്വാസമല്ല, ഒരു പടപ്പിനും വേണ്ടിയുള്ള ശ്വാസമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന ശ്വാസത്തിലും തൗഹീദ് പറഞ്ഞു മരിക്കാൻ, തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നമുക്ക് കഴിയണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയണേ. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ മുവഹിദുകളായ ദാസന്മാരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ആ ദാസന്മാരെയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ആ ദാസന്മാർക്ക് വേണ്ടിയാണ് അല്ലാഹു വിരുന്നൊരുക്കുന്നത്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറായ റഹീമായ അല്ലാഹുവിന്റെ വിരുന്ന് എന്ന് പറഞ്ഞ് ആ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗം കിട്ടണമെങ്കിൽ മൻകാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന,
അവസാന വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായി പറഞ്ഞു പോകുന്നവരാരുണ്ടോ അവനുള്ളതാണ് സ്വർഗമെന്നാണ് ഹബീബുൽ വറഹ ലിവാഉൽ ഹംദിന്റെ വാഹകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ തൗഹീദിന്റെ വാഹകരായി ജീവിച്ച് ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കാൻ, ഖബറിൽ പ്രവാചകനെ കണ്ട് ആനന്ദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ആദർശത്തിന്റെ ഗോതയിൽ അടരാടിക്കൊണ്ടിരിക്കണം. കാലം വല്ലാതെ ദുഷിച്ചു പോവുകയാണ്, കാലം വല്ലാതെ മോശമായി കൊണ്ടിരിക്കുകയാണ്, അധാർമികത അരങ്ങ് തകർക്കുകയാണ്, യുദ്ധം ലോകത്ത് കൊടുമ്പിരി കൊള്ളുകയാണ്, ഫിത്നകൾ ഒന്നിനു പുറകെ ഒന്നായി സമൂഹത്തിലേക്ക് പേമാരി പോലെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം അനുഭവിക്കുന്ന ചൂടിനേക്കാളും വലിയ രൂപത്തിൽ ഈ അരാജകത്വങ്ങൾ നമ്മെ പൊള്ളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ പ്രത്യേകിച്ചും തൗഹീദ് കൈവിട്ടു പോകാതെ, അത് കൈമോശം വരാതെ പല ഗ്രൂപ്പുകളും ഉണ്ടാകും, പല പ്രസ്ഥാനങ്ങളും ഉണ്ടാകും, പല സംഘടനക്കാരും ഉണ്ടാകും. ഔലിയാക്കളുടെ മഹത്വം പറഞ്ഞ് മരിച്ചുപോയവരെ പറഞ്ഞ് അവരിലേക്ക് തേടാൻ ആവശ്യപ്പെടുന്നവരുണ്ടാകും. അവരോട് നമ്മൾ പറയണം, ഞങ്ങൾക്കറിയാം മമ്പുറന്തങ്ങളെ, ഞങ്ങൾക്കറിയാം മുനമ്പത്ത ബീവിയെ, ഞങ്ങൾക്കറിയാം ഭീമാ പള്ളിയിലെ ഉപ്പാപ്പയെ, അവിടുത്തെ ഉമ്മയെ, അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാം ഏർവാടി ശൈഖിനെ, ഞങ്ങൾക്കറിയാം മുഹിയുദ്ദീൻ ശൈഖിനെ, ഞങ്ങൾക്കറിയാം റിഫായി ശൈഖിനെ, ഞങ്ങൾക്കറിയാം തീജാനി ശൈഖിനെ, ഞങ്ങൾക്കറിയാം ലക്ഷബന്ദിയെ, അങ്ങനെ സർവ്വതിനെയും അറിയാം. പക്ഷേ അവരൊക്കെ ജീവിച്ചു കഴിഞ്ഞുപോയി, മരിച്ചുപോയി, അവരുടെ ജീവിതത്തിൽ ചരിത്രം രചിച്ചവരാവാം. പക്ഷേ തേട്ടം അല്ലാഹുവിനോട് മാത്രമാണ്, അല്ലാഹുവിന് മാത്രമാണ് ഇബാദത്ത്. അവരിൽ മഹത്തുക്കൾ ഉണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം. അവർ ജീവിച്ചു, അവരുടെ ജീവിതത്തിലെ ദൗത്യം അവർ നിർവഹിച്ചു. അതിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവരുണ്ട്, അല്ലാഹുവിന്റെ വലിയകളുണ്ട്, അല്ലാത്തവരുണ്ട്. അവരെ ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ വരുന്നു, ജിന്ന്, അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് മലക്ക് എന്നൊക്കെ പറഞ്ഞ് അവരോട് പറയാം, ജിന്നിനെ ഞങ്ങൾക്കറിയാം, മലക്കൻ ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ ഖുർആൻ ഓതി അല്ലാഹുവിന്റെ കിതാബ് ഓതുന്നവരാണ്, അത് വായിച്ചവരാണ്, ജിന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലക്കിനെ അറിയാം. പക്ഷേ യാ ഇബാദല്ലാഹ് എന്നില്ല, യാ അല്ലാഹ് എന്നല്ലാതെ യാ ഇബാദല്ലാഹ്ക്ക് വേണ്ടി വാദിക്കാനോ സംസാരിക്കാനോ ഞങ്ങളില്ല. ആ വഴിക്ക് ഞങ്ങൾ വരില്ല. ഇത് ഗ്രൂപ്പിസത്തിന്റെ കക്ഷിത്വത്തിന്റെ വിഷയമല്ല, ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ഈമാനിന്റെ വിഷയമാണ്. അത് വിട്ടുകളയാൻ ഒരു സംഘടനക്കും ഒരു ഗ്രൂപ്പിസത്തിനും ഞങ്ങൾ നിന്നുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ, ഞങ്ങൾ മരിക്കുന്നത് വരെ അല്ലാഹുവിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുമെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കാനുള്ള ഈമാനികമായ കരുത്ത് അതാർജിക്കണം. എന്റെ ഹൃദയത്തിൽ നല്ല വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഷഹാദത്തിന്റെ പ്രഥമമായ ഷർത്ത് പോലും ഉറക്കെ പറയുക എന്നതാണ്. തൗഹീദ് ഒളിച്ചു വെക്കേണ്ടതല്ല, ഉറക്കെ പറയണമെന്നാണ്. ഒരു വേള ഗളച്ഛേദം ചെയ്യാൻ ആളൊരുങ്ങി നിന്നാലും, തീയിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി തീക്കുണ്ടാരം ഒരുക്കി വെച്ചാലും ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിന്ന് ഉറക്കെ പറയണം, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്ന്, എനിക്കല്ല മതി എന്ന്, എനിക്കല്ല മതി എന്ന്. ആ ഈമാനികമായ ആ ഒരു പരീക്ഷണത്തിൽ വിജയിച്ചവനെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ഈ തൗഹീദി പ്രഭാഷണം ഈ ജംഗ്ഷനിൽ ഇവിടെ വെച്ച് അവസാനിക്കാതെ ഓരോ നാട്ടിലും, ഓരോ മുക്കിലും, ഓരോ മൂലയിലും നമ്മൾ പറയണം. ഞാനിവിടെ വന്നിറങ്ങിയപ്പോ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അതേ ധാരാളം ആളുകൾ, മുവഹിദുകളായ ആളുകൾ ജീവിച്ചിരിക്കുന്നിടത്ത് ഇനി തൗഹീദ് പറയണമെന്നില്ലല്ലോ, അതില്ലാത്തവരുടെ അടുക്കൽ പോയി പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആളുള്ളിടത്തും പറയണം, ആളില്ലാത്തിടത്തും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കണം. ആളുള്ളിടത്തും പറയണം, ആളില്ലാത്തിടത്തും പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ, മഹാനായ അതേ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സാലിഹ് ഇബ്നു ഫൗസാൻ ഇബ്നു അബ്ദുല്ലാ അൽ ഫൗസാൻ, അദ്ദേഹം കിതാബ് തൗഹീദിന് ശറഹ് എഴുതി, ഇആനത്തുൽ മുസ്തഫീദ് എന്ന പേരിൽ. ആ ഇആനത്തുൽ മുസ്തഫീദ് എഴുതുമ്പോ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെന്നറിയോ, ചില ആളുകൾ അവരിപ്പോൾ മനസ്സിലാക്കി വെച്ചു, അതേ വമിൻ ഹുനാ യൽഹറു ഖതഉൻ ഹൗലാഇ അല്ലദി യഖൂലൂൻ, നമുക്കിടയിൽ ചില ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് തെറ്റായ ഒരു സന്ദേശവുമായി. അതെന്താ, ലാ ദാഇ അൻ നതഅല്ലമ അൽ അഖായിദ അൽ ബാതിലത വനഅരിഫ അൽ മദാഹിബ അൽ ബാതില, തെറ്റായ വിശ്വാസങ്ങള്, ബാതിലായ വിശ്വാസങ്ങൾ, അഖീദകള്, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി അവരെ താക്കീത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ വനറുദ്ദു അലാ അൽ മുഅ്തസിലത്തി വൽ ജഹ്മിയ്യ, ജഹ്മിയ്യകളായ മുഅ്തസിലികളായ പിഴച്ച ആളുകൾക്ക് നമ്മൾ മറുപടി ഒന്നും പറയേണ്ടതില്ല. ലിഅന്നഹും ബാദു വനഹബു, അവരൊക്കെ കാലം കഴിഞ്ഞു പോയി, അതൊക്കെ പോയി, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് അതൊന്നും ആവശ്യമില്ല. ആളുകളോട് തൗഹീദ് പറയാ, വേറെ ശിർക്കോ കുഫ്റോ ഒന്നും എതിർക്കേണ്ടതില്ല.
തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ചു പോരുന്നല്ലാതെ വേറൊന്നും വേണ്ടതില്ല എന്ന് ചില ആളുകൾ. വേറെ ചില ആളുകളോ ആദ്യത്തെ സ്റ്റെപ്പ് അതാ, ഷിർക്കിനെ കുറിച്ച് നിങ്ങളൊന്നും പറയേണ്ട, തൗഹീദ് പറഞ്ഞാൽ മതി എന്ന സ്റ്റെപ്പ്. പിന്നെ പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ മക്കൾക്ക് ലാ തുഅല്ലിമൂഹും തൗഹീദ, അവർക്ക് തൗഹീദ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. കാരണം അവർ സലഫിയല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മുജാഹിദല്ലേ, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നവരല്ലേ, നമ്മുടെ മക്കളല്ലേ. മാത്രമല്ല അവര് പറയുകയാണ്, എന്താ പറയുന്നത്, അവർ ഔലാദു ഫിത്ര, അവർ ശുദ്ധമായ പ്രതലത്തിൽ നമ്മുടെ മഹല്ലത്തിൽ ജീവിക്കുന്ന മക്കളല്ലേ. വനശഉ ഫീ ബിലാദിൽ മുസ്ലിമീന, സൗദി അറേബ്യയിൽ അദ്ദേഹം പറയുന്നത് ഇത് നാളെ മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന നാടല്ലേ, അതുകൊണ്ട് അവർക്ക് തൗഹീദ് ഒന്നും പഠിപ്പിക്കേണ്ടത് അടുത്ത സ്റ്റെപ്പ്. എന്നിട്ട് അവർ പറയുന്നു അല്ലിമൂഹും ഉമ്മൂറ ദുനിയാ, അവർക്ക് ദുനിയാവിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, സയൻസ് പഠിപ്പിച്ചു കൊടുക്കുക, അസ്സനാഅത്ത് വൽ ഇഖ്തിറാഅത്ത് വൽ ഉമൂർ അൽ ഹദീസ, പുതിയ AI ടെക്നോളജികളെ സംബന്ധിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് തൗഹീദ് ഒന്നും പറയേണ്ടതില്ല. അമ്മ തൗഹീദു ഫയുഹസ്സിലൂനഹു ബിഫിത്രതിഹിം വബിയതിഹിം, അതേ തൗഹീദൊക്കെ അവർ പ്രകൃതിയിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ മഹല്ലത്തിൽ ജനിച്ച മക്കളല്ലേ. ആ രൂപത്തിൽ പറയുന്ന ചില ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട്, അവര് പറയുന്നതെന്നറിയോ, യഖൂൽ അന്നാസു തജാവസു തജാവസു മർഹലത്തുൽ ഖുറാഫാത്ത്, ആളുകളൊക്കെ ഇപ്പൊ പഴയതുപോലല്ല, ആളുകളൊക്കെ പുരോഗമിച്ചു, ആളുകളൊക്കെ ഖുറാഫാത്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ആളുകളൊക്കെ ഇപ്പോ ആളുകൾ പുരോഗമിച്ചു, കാര്യമൊക്കെ പഠിച്ചു. ഇനി ആരും ശിർക്കൊന്നും ചെല്ലൂല, ഇനി മാലി മൗലൂദും ശിർക്കൊന്നും ഇവിടെ ഉണ്ടാവൂല. ആളുകളൊക്കെ മാറിയ ചില ആളുകൾ ജാഹിലിയ്യത്തല്ലേ, പണ്ടല്ലേ, ഇപ്പൊ അതൊന്നുമില്ല. അതെ, വളരെ ഇപ്പലോലമായി വളരെ ചെറിയ കാര്യങ്ങളൊക്കെ സമൂഹത്തിലുള്ളൂ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ബേജാറാകേണ്ട എന്ന് വേറെ ചില ആളുകൾ. ഇങ്ങനെ പല നിലക്കാണ് തൗഹീദിനെ പല കുറ്റികളിൽ ചില പലരും കെട്ടിയിടുന്നത്. ഇത് പറഞ്ഞിട്ട് ശൈഖ് പറയുന്നു, വകുല്ലു ഹാദിഹി മിൻ ഹൈലി ശൈത്വാനി ലിബനി ആദം, ഇത് മുഴുവനും ശൈത്താന്റെ കെണിയാണ് കേട്ടോ, പിശാചിന്റെ കെണിയാണ്. മുജാഹിദുകൾ വളർന്നു, നമ്മുടെ മഹല്ലായി, അവിടെ അത് വേണ്ട, അവിടെ ഇത് വേണ്ട എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ. ഇനി മറ്റുള്ളവർ അത് അവർ ആളുകളൊക്കെ ഒഴിവാക്കി, പഴയ കാലമല്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഇത്തരം ആളുകളൊക്കെ ചത്തുപോയല്ലോ, മരിച്ചുപോയല്ലോ, അതുകൊണ്ട് അവർ പിന്നാലെ കൂടണ്ട. ഇതൊക്കെ ആദം മക്കൾക്കിടയിൽ ശൈത്താൻ നടത്തുന്ന കുടുക്കുകളാണ്, കുണ്ടുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹക്ക് എങ്ങനെ അറിഞ്ഞോ അതുപോലെ തന്നെ ബാത്തിലിനെ അറിയണം, മനസ്സിലാക്കണം. അതല്ലാതെ കാലം ഇതാ പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. പിശാച് കെണിയൊരുക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കണേ. ശൈഖ് പറയാണ്, ശൈഖ് ഫൗസാൻ പറയാണ്, സമിഅനാ മൻ യഖൂലു ഇന്നല്ലദീ യദ്റസു അഖായിദൽ മുഅ്തസില വറദ്ദ അലൈഹിം മിത്ലല്ലദീ യർജുമുൽ ഖബർ ലിഅന്നഹും മാതു. ചില ആളുകൾ രംഗത്ത് വന്നിട്ട് പറയാണ്, ഈ പിഴച്ച കക്ഷികൾ അവർക്കെതിരെ സംസാരിക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യർ എന്തിനാണ് നിങ്ങൾ കല്ലെറിയുന്നത്? അവർ ഖബറിലല്ലേ, അവർ പോയില്ലേ, ലിഅന്നഹും മാതു, അവരൊക്കെ മരിച്ചില്ലേ, കഥായി മരിച്ചവർക്ക് എന്തിനാണ് നമ്മൾ മറുപടി പറയുന്നത്? നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഇനി എന്തിനാണ് മാന്തിച്ചകഞ്ഞ് പരിശോധിക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കുന്നു. എന്നിട്ട് ശേഷം പറയാണ്, യാ സുബ്ഹാനല്ലാഹ്, ഹും മാതു ബി അശ്ഹാസിഹിം, ഹും മാതു ബി അശ്ഹാസിഹിം, അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ തടി പോയി എന്നേയുള്ളൂ. ലാകിന്ന മദാഹിബഹും ബാഖിയ, അവർ പ്രചരിപ്പിച്ച പിഴച്ച വാചകങ്ങളും വാദങ്ങളും ഇവിടെ ബാക്കിയാണ്. വശുബ്ഹാതിഹിം ബാഖിയ, അവരുണ്ടാക്കി തൗഹീദിന്റെ കാര്യത്തിൽ ഉണ്ടാക്കി തീർത്ത സംശയങ്ങൾ ഇവിടെ ബാക്കിയാണ്. അവരുടെ കിതാബുകൾ ഇപ്പോഴും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആള് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല അതിനുവേണ്ടി ഇതാ കോടാനക്കോടികൾ ചെലവഴിക്കുന്നു. അവർ പഠിപ്പിച്ച പിഴച്ച ആശയങ്ങൾ മുഴുവൻ ഇവിടെ നിൽക്കുമ്പോ അവര് മരിച്ചു പോയില്ലേ, അതിന്റെ ആളൊക്കെ മരിച്ചു പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെ രംഗം വിട്ടൊഴിയും? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖുർആന്റെ സ്വഭാവമില്ലേ, വല്ലാഹു തആല ദക്കറ ശുബഹാത്തിൽ മുശ്രിക്കീന ഫിൽ ഉമമി സാദിഖ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആ തലമുറകളുടെ ചരിത്രം ഖുർആൻ പറഞ്ഞില്ലേ? പിഴച്ച കക്ഷികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ഫിറഔൻ, ഫറോവ ചത്തുപോയിട്ട് അവൻ പോയി, അവന്റെ കഥ കഴിഞ്ഞു, ഇനി പറയേണ്ടതില്ല എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. ഫറോവയുടെ പിഴച്ച ആദർശങ്ങൾ അന്ന് എടുത്തു ധരിച്ചില്ലേ? വഹാമാന വഖാറൂന വഖൗമി നൂഹിൻ വആദിൻ വസമൂദ്, ഈ ഭൂമിയിൽ
ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ട തമൂദ് ഗോത്രത്തിന്റെ പിഴച്ചവാദങ്ങൾ, ആദി സമൂഹത്തിന്റെ വൈകല്യങ്ങൾ, നൂഹ് നബിയുടെ ജനതയിൽ ഉണ്ടായിരുന്ന പിഴച്ചവാദഗതികൾ, ഇതൊക്കെ ഖുർആൻ എടുത്തുദ്ധരിച്ചതല്ലേ. അതുകൊണ്ട് ഫൽ ഇബ്റതു ലൈസത് ബിൽ അശ്ഹാസ് അൽ ഇബ്റതു ബിൽ മദാഹിബ് വൽ ഇബ്റതു ബിശ്ശുബഹിൽ ബാഖിയ വലികുല്ലി ഖൗമിൻ വാരിസ്. നിങ്ങൾ മനസ്സിലാക്കണം, പിഴച്ചവാദങ്ങളും ശിർക്കിലേക്ക് നയിക്കുന്ന വാദഗതികളും തൗഹീദിനെതിരാകുന്ന സംഗതികളും സമൂഹത്തിൽ ബാക്കി നിൽക്കുമ്പോ നമ്മൾ തൗഹീദ് പറയണ്ട, അവരൊക്കെ അവിടൊക്കെ നന്നായി ഇവിടെ നന്നായി ഇല്ല. ഇത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കണം. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്ന നേരത്ത് താൻ വളർത്തിയ മക്കളോടാ ചോദിച്ചത്, തന്റെ അരുമ മക്കളോടാ ചോദിച്ചത്, മാ തഅബുദൂന മിൻ ബഅദിഹി. ഉപ്പ മരിക്കുകയാണ്. ഈ ആയുസ് മുഴുവനും തൗഹീദിന് ചെലവഴിച്ച ഉപ്പ മരിക്കുകയാണ്. നിങ്ങളെ മരിച്ച ഉപ്പ മരിക്കുകയാണ്. ഉപ്പ സക്കറാത്തിന്റെ ഹാലിലാണ്. മക്കളെ, ഒരേ ഒരു ചോദ്യമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. മരിക്കുന്ന നേരത്ത് സക്കറാത്തിന്റെ ഹാലിൽ റൂഹ് പിരിയുന്ന സമയത്ത് ഒറ്റ ചോദ്യമേ എന്റെ മക്കളോട് ചോദിക്കാനുള്ളൂ. അതെന്റെ മക്കൾ എങ്ങനെ ജീവിക്കുമെന്നല്ല, മക്കൾക്ക് എന്ത് ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നല്ല. ഉപ്പ മരിച്ചാൽ പിന്നെ നീ എന്തിനെയാണ് ഇബാദത്ത് ചെയ്യുക? തൗഹീദിന്റെ വിഷയത്തിൽ നിന്റെ നിലപാട് എന്തായിരിക്കും മക്കളെ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും മക്കളെ? ചോദിക്കുന്നത് കാഫറുകളോടല്ല, താൻ വളർത്തി വലുതാക്കിയ മക്കളോട്. യാക്കൂബ് നബി ചോദിക്കുകയാണ്, ഉപ്പ മരിച്ചാൽ മക്കളെ നിങ്ങളുടെ തൗഹീദ് എന്താകും? എങ്ങനെയായിരിക്കും നിങ്ങളുടെ നിലപാട്? ആ സമയത്ത് ആ മക്കൾ പറയാണ്, ഉപ്പ നിങ്ങൾ വിഷമിക്കേണ്ട, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഏകനായ അല്ലാഹുവിനെ അല്ലാതെ വേറൊരു ശക്തിയെയും നിങ്ങൾ പ്രാപിക്കില്ല. ഉപ്പ നിങ്ങൾ സന്തോഷത്തോടെ വേർപെട്ടുകൊള്ളുക എന്ന് പറയുമ്പോഴാണ് ഉപ്പയുടെ നെഞ്ചകം തണുക്കുന്നത്. സന്തോഷത്തോടെ അദ്ദേഹം യാത്ര പറയുന്നത്. അതുകൊണ്ട് അവസാന സെക്കൻഡ് വരെ ഈ തൗഹീദിന്റെ ആളുകൾ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തൗഹീദി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അഹലുകാരാ നമ്മൾ. നമ്മുടെ നേരെ പിശാചിന്റെ കെണികൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ, ശൈഖ് വിശദീകരിച്ചതുപോലെ, പല കുണ്ടുകളും നമ്മെ തള്ളിയിടാൻ പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കും. ആ കുണ്ടുകളിലൊന്നും വീണുപോകേണ്ടതില്ല. നമ്മുടെ സമ്പത്ത് അല്ലാഹുവിനാണ്, നമ്മുടെ ശബ്ദം അല്ലാഹുവിനാണ്, നമ്മുടെ ജീവൻ അല്ലാഹുവിനാണ്, നമ്മുടെ തുടിപ്പ് അല്ലാഹുവിനാണ്, നമുക്കുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്, അവനുള്ളതാണ്, അവന് നൽകാൻ ഒരുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തൗഹീദിന്റെ ആശയതലത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന ഉത്തമമായ സരണിയിൽ ഒരൽപ്പം പോലും വീഴ്ച വരുത്താതെ പരലോകം കൊതിച്ച് അല്ലാഹുവിന്റെ സ്വർഗം ആശിച്ച് അതേ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ച് ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങൾക്ക് ഒരു നയാ പൈസ നിങ്ങൾ തരുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് താങ്ക്സ് പറയണ്ട, നന്ദി പറയണ്ട, നന്ദി എന്ന് പറയണ്ട. ഇതിന് പകരം ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട. ഇത് ഞങ്ങൾ സെൽഫി എടുത്ത് നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഞങ്ങൾ ഒരു പിടി ഭക്ഷണം നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്. അതിനപ്പുറം ഒന്നുമില്ല, അതിനപ്പുറം ഒന്നും ആവശ്യമില്ല എന്ന ഉറച്ച നിലപാടിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പരിവർത്തിപ്പിക്കപ്പെടട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബുകളെ നീ വിശുദ്ധമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സ്വഭാവം നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പോരായ്മകൾ നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങൾക്ക് ശമനം തരണേ അല്ലാഹ്. അല്ലാഹുവേ സർവോപരി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പോരായ്മകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ തൗഹീദിന്റെ രംഗത്ത് ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യവും അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും നിന്റെ ഷഹാദത്തിൽ നിന്ന്, നിന്റെ റസൂലിന്റെ ഷഹാദത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, ഞങ്ങൾക്ക് ജന്മം നൽകിയവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരിൽ പലരും ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഖബറുകൾ വിശാലമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ സ്വർഗ്ഗപൂന്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളെ, മക്കളെ, അയൽവാസികളെ, ബന്ധുമിത്രാദികളെ, സ്നേഹിതന്മാരെ ഒരു സലാം കൊണ്ടെങ്കിലും ഞങ്ങൾ ഇടപഴകുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹുവേ ഹിദായത്തിന്റെ വഴിയിലൂടെ നയിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിൽ കണ്ടുമുട്ടിയവരെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ കുറവുകൾ ഉള്ളവരാണ്, പോരായ്മകൾ ഉള്ളവരാണ്. അല്ലാഹുവേ ഞങ്ങൾ നീ ആട്ടി അകറ്റല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ച് നിന്നിലേക്ക് ഓടിയെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്നിലേക്ക് ഓടി വരൂ
തുറന്ന് നീ വിളിച്ച വിളി കേട്ട് നിന്നിലേക്ക് ഓടി വരാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.